അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആശീർവദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ, അവരെല്ലാം
അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ ആശ്രയിക്കുന്ന ഭവനരഹിതര്, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹം ഒത്തുവരാൻ പോകുന്നു, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണമില്ല, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള, വിവാഹം നടത്താനാണില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഉള്ളവർ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങൾ, മാതാവേ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അമ്മ ഈസ്റ്റർ കഴിയുമ്പോൾ അത് നടത്തി കൊടുക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാനും പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വീട് പണി തുടങ്ങാൻ പോകുന്നവർ, വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ, വീട് പരവാസ്ഥൽ ആചരിക്കാൻ പോകുന്നവർ, അതിന് സാമ്പത്തിക കടങ്ങളുള്ളവർ, ലോൺ പാസ്സാകാത്തവർ, ലോൺ പ്രോസസ്സിലിരിക്കുന്നവർ, സിവിൽ നോട്ട് കുറവുള്ളവർ, പോയിൻ്റ് കുറവുള്ളവർ, ആ മേഖലകളിലെല്ലാം കർത്താവ് അവരുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയം ദൈവ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ മക്കളതെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെക്കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഇന്നലെ കണ്ടത് ദൈവം ഭാവി കാലത്തെ എങ്ങനെ നമ്മുടെ ഭാവി കാലത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതാണ് ഹവയോട് ചോദിച്ചത്, നീ എന്താണ് ചെയ്തത്? പക്ഷെ ദൈവം ഉദ്ദേശിച്ച അവളെ അനുദപിക്കുമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിൻ്റെ ചാൻസ് കൊടുക്കുന്നത്. അനുദപിക്കാൻ അവസരമാണതേ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ വഴിക്ക് പരിശുദ്ധാത്മാവ് ഇല്ലാഞ്ഞ കാരണം അത് മനസ്സിലായില്ല. അനുദപിക്കാൻ അവസരം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ വരുമെന്നൊക്കെ അറിയാൻ പറ്റത്തില്ല. ഹെബ്രായർ 12:17 പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. അനുദപിക്കാൻ ദൈവം ഇങ്ങനെ അവസരം കൊടുക്കും, പക്ഷെ മനസ്സിലാകത്തില്ല ചിലർക്ക്. അതാണ് വിഷയം. ഇപ്പം നമ്മുടെ മുതിർന്നവർ, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായി നമ്മൾ ചെയ്തു, അപ്പോൾ ചിലപ്പോൾ അപ്പൻ ചോദിക്കും, അമ്മ ചോദിക്കും, അല്ലെങ്കിൽ ഭാര്യ ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അവർ ചോദിക്കണത്. എനിക്ക് വേറെ പടിയൊന്നുമില്ല അവരൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവം ചോദിച്ച അനുദപിക്കാനുള്ള അവസരത്തെ നമ്മുടെ തെറ്റുകളെ നീതീകരിക്കാൻ വേണ്ടി നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യും. അതുതന്നെയാണ് കായരും ചെയ്തത്. എന്താണ്? ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? പക്ഷേ അനുദപിക്കാൻ വേറെ ഒരാളിനൊരു അവസരം കൊടുത്ത് അയാളോടും ചോദിച്ചു. അയാൾ യൂറിയായെ കൊന്നു, അയാളുടെ ഭാര്യയെ സ്വന്തമാക്കി. അയാൾ അന്നത്തെ ഗതികെട്ട ജീവിതം കൊണ്ടാണ്. അയാളുടെ വൈഫൊക്കെ അയാളെ എതിർപ്പായിരുന്നു അയാളോട്, ദാവീദിനോട്. അയാൾ ഇസ്രായേലിന് വേണ്ടിയും ജീവമരണം വെച്ച് കർത്താവിൻ്റെ ഓഹരിയായ ഇസ്രായേലിന് വേണ്ടി നിലനിന്നതാണ്. കുടുംബത്തിൽ ഒരു സമാധാനം കിട്ടാത്തൊരു മനുഷ്യനാണ് അയാൾ. അപ്പോൾ പലതുകൊണ്ടും അവഗണന, മോസസിനെ ഉണ്ടായിരുന്ന പോലുള്ള അവഗണന ഇയാൾക്കുണ്ടായിരുന്നു, ദാവീദിനുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് മുന്നിൽ കുറേ അബദ്ധങ്ങൾ സംഭവിച്ചു. അതിൻ്റെ പേരിൽ നമ്മൾ ഓർക്കണം, എപ്പോഴും നമ്മൾ ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്, അവഗണന വരുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും. അത് മറന്നു പോകരുത്. നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും അബദ്ധങ്ങൾ സംഭവിക്കും. ദാവീദിന് അങ്ങനെ അവഗണന വന്നതാണ്. സ്വന്തം വൈഫിൽ നിന്നൊക്കെ കളിയാക്കുമായിരുന്നു. നീ രാജാവാണോ, തുണിയില്ലാതെ മറ്റേ പെണ്ണുങ്ങളുടെ കൂടെ നൃത്തം ചെയ്യണം, നാളെ അതൊക്കെ അവർ ചോദിക്കുക ഇയാളോട്. ഇയാൾക്ക് ഒരു അംഗീകാരം കിട്ടിയില്ല. അപ്പോൾ ഇയാൾ ബത്ശേബയെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ആകർഷണനായി. പിന്നെ അതെല്ലാം അബദ്ധമായിപ്പോയി. അബദ്ധങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവം ഇയാളോട് ചോദിക്കും, നീ എന്താണ് ചെയ്തത്? ആ ചോദ്യം തന്നെയാണ് കായനോടും ആ ചോദ്യം തന്നെ ഹവ്വായോടും ചോദിച്ചത്. പക്ഷെ ഇവനോട് ചോദിക്കുമ്പോൾ ഉത്തരം വ്യത്യസ്തമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് 2 സാമുവേൽ 12:9 എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു. അപ്പൊ ദൈവം ചോദിക്കുകയാണ്, നാഥാനിലൂടെയാണെന്നേ ഉള്ളു, എന്തുകൊണ്ട് നീ എന്റെ വചനം അനുസരിക്കാതെ ഈ തിന്മ ചെയ്തു എന്ന് ദൈവം ചോദിക്കുകയാണ്. പക്ഷെ ആ പാവപ്പെട്ട ഉത്തരം കേട്ടെ, 2 സാമുവേൽ 12:10 അത് ഹവ്വയുടെ ഉത്തരമല്ല,
അത് കായേൻ്റെ ഉത്തരമല്ല. അതാണ് ദാവീദ് എന്ന് പറയുന്നത്. അവന് അത് അനുദപിക്കാനുള്ള അവസരമാണെന്ന് മനസ്സിലായി ആ ചോദ്യം. നീ എന്തുകൊണ്ട്, എന്താ ചോദ്യം എന്താണ്? എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു. അപ്പൊ ആ ഒരു ചോദ്യത്തിന് അനുദപിക്കാനുള്ള അവസരമാണെന്ന് ദാവീദിന് പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. അതാണ് ഈ ഹവ്വായും ദാവീദും തമ്മിലുള്ള വ്യത്യാസം. ഇവൻ തെറ്റ് ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് ഇവനെ അബാൻഡൻ ചെയ്യുന്നില്ല. കാര്യം നമുക്ക് 8855 വാഗ്ദാനങ്ങളിലുള്ളതിൽ ഒരു വാഗ്ദാനം ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ് എന്നുള്ളതാണ്. അത് വാഗ്ദാനമാണ്. ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളതാണ്. അപ്പം ആ ഒരു പ്രൊവിഷനിൽ പരിശുദ്ധാത്മാവ് പിടിച്ചു നിൽക്കുകയും ഇവനെ ലെഫ്റ്റ് ഓർഫണാക്കണില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എൻ്റെ ദൈവം ചോദിക്കുമ്പോൾ ദൈവം ഇങ്ങനെ ചങ്ക തകർന്ന് ചോദിക്കണതാണ്, എന്താണ് നീ എന്നെ അനുസരിക്കാഞ്ഞത്? ലോകത്തെല്ലാവരും എന്നെ നിരാകരിച്ചാലും നീ എന്നെ നിരാകരിക്കത്തില്ലെന്നാണ് ഞാൻ കരുതിയത്. എന്തുകൊണ്ട് നിനക്കെന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഇങ്ങനെ കായം പറഞ്ഞ വാക്കല്ല. ഞാനാണ് സഹോദരൻ്റെ കാവൽക്കാരൻ. ഹവ്വ ചോദിച്ചില്ലേ, സർപ്പവനെ വഞ്ചിച്ചു. അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ദാവീദിൽ, അത് പ്ലെയിനായിട്ട് ഫ്ലാറ്റായിട്ട് അത് പറയും. എന്താ ദാവീദ് പറഞ്ഞെന്ന് വെച്ചേ, 2 സാമുവേൽ 12:13 ഞാൻ കർത്താവിനെതിരായി ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു ദാവീദ് പറഞ്ഞു. നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. അതാണ് സംഭവം. ആ വിഷയം കർത്താവിന് കായനോടും പറയാമായിരുന്നു, ഹവ്വായോടും പറയാമായിരുന്നു. കാര്യം ദൈവത്തിന് ഒറ്റ വാക്കിൽ തീരാനുണ്ടായിരുന്നുള്ള വിഷയങ്ങളെല്ലാം. ഇവർ രണ്ട് കക്ഷികളും അനുതാപമില്ലാതെ സ്വയം നീതീകരിച്ചു. ഇവനോട് അവർ തൽക്ഷണം കിട്ടി കണ്ടില്ലേ? എന്താ കാര്യം? ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. അതാണ് ദാവീദ് പറഞ്ഞു. കർത്താവിനെതിരായി പാപം അംഗീകരിച്ച സംഭവം അത് വല്ലാത്താണ്. നമുക്ക് അനുതാപം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഭാഗം അംഗീകരിക്കലാണ്. അബദ്ധം പറ്റിയത് അംഗീകരിക്കും. അപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെ, ദൈവതിരുസന്നിധി നിലനിൽക്കാനുള്ള ഒരു മാർഗം അത് നമ്മൾ അംഗീകരിക്കുന്നതാണ്. അംഗീകരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മരണം വരെ അതിനെക്കുറിച്ച് ഒരു ഓർമ്മയുണ്ടാകണം. നിങ്ങളിന്ന് ഭാവിയിൽ എത്ര കേമന്മാരായാലും, എൻ്റെ ഒരു കഴിഞ്ഞ കാലം എനിക്കുണ്ടായിരുന്നു, കർത്താവിനെ കൈവിട്ട കാലം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാകണം. അത് നമ്മളെ വല്ലാത്ത രീതിയിൽ ആത്മാവിൽ വളർത്തും. ദാവീദ് എന്നെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നതാണ് ദാവീദും കായേനും ദാവീദും ഹവ്വായും തമ്മിലുള്ള ഒരു വ്യത്യാസം. ദാവീദോട് പരിശുദ്ധാത്മാവ് പറയും, നീ അപ്പായോട് പ്രാർത്ഥിക്കേണ്ടത് എന്നെ എടുത്ത് കളയരുത് എന്നാണ്. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്നാണ്. കാര്യം തള്ളിക്കളയുക, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ ദാവീദ് പ്രാർത്ഥിക്കുന്നതാണ്. കാര്യം അത് വാഗ്ദാന പ്രകാരമാണ് ആ പ്രാർത്ഥന പോണത്. അതായത് ദാവീദ് എന്നിട്ട് ദൈവത്തോട് പറയും, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിപാവനം എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. അങ്ങനെ ഈ ഒരു സമയത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ദാവീദ് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. പരിശുദ്ധാത്മാ വാഗ്ദാനത്തെക്കുറിച്ച് അനുസ്മരിപ്പിക്കുക. ആ വാഗ്ദാനം കിടക്കണ എവിടെയാണ്? 1 സാമുവേൽ 12:22 തന്റെ ഉത്കൃഷ്ട നാമത്തെ ഫോർ ഹിസ് ഗ്രേറ്റ് നെയിം സേക്ക്, തന്റെ ഉത്കൃഷ്ട നാമത്തെ പ്രതി കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. ഫോർ ദ ലോർഡ് വിൽ നോട്ട് forsake his people, കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. അപ്പൊ നമ്മളെ ദൈവം ഇപ്പം നമ്മൾ പാപികളാണെങ്കിലും ദൈവം നമ്മളെ പരിത്യജിക്കാതിരിക്കുന്നത് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൻ്റെ പ്രതിയാണ്. ഈ ഒരു പ്രൊവിഷനിലാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. എന്ത് പ്രാർത്ഥിക്കുന്നത്? സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത് എന്താണ്? അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്,
അങ്ങയുടെ പരിപാവന എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. പക്ഷെ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. കർത്താവിന് തിരുസന്നിധിനെ ദാവീദിനെ നിലനിർത്തും. ഈ നിലനിർത്താൻ സഹായിക്കുന്നത് ദാവീദിൻ്റെ അനുതാപം തന്നെയാണ്, പിന്നെ ദൈവസ്നേഹവും. കഴിഞ്ഞ കാലങ്ങളിലെ വന്നുപോയ ഡാമേജുകൾ റിപ്പയർ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ആ വിഷയം അതുപോലെ ആരുടെയും മേൽ കെട്ടിവെക്കാതെ സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് അതിന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുതാപപ്പെടുന്നതും പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും നല്ല റെക്ടിഫിക്കേഷൻ നമുക്ക് കിട്ടണം. കർത്താവിൻ്റെ തിരുസന്നിധി വ്യാപരിക്കാൻ നിലനിൽക്കാൻ നമുക്ക് ന്യായം കിട്ടും. അങ്ങനെയാണ് നമ്മുടെ ഭൂതകാലത്തെ നമ്മൾ കാണുന്നത്. കയറി നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ലതിക, കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റ് 24-ാം തീയതിയാണ്. എൻ്റെ വീട്ടിനടുത്തുള്ള രണ്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞറിഞ്ഞാണ്, പത്രം തന്നറിഞ്ഞാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ആ സമയത്ത് കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അവർ പിന്നീട് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഞാനും വന്നു. പക്ഷേ ഉടമ്പടിയെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അവരങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ആൻറ്റി ഉടമ്പടി എടുക്കുന്നു എന്ന് ചോദിച്ചു. എന്താണെന്ന് അറിയത്തില്ല, ഞാനും ഉടമ്പടി എടുത്തു. പിന്നെ അച്ഛൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായി. ആദ്യത്തെ ഉടമ്പടിയിലൊന്നും എനിക്ക് കൂടുതലായിട്ടൊന്നും എല്ലാം ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ തൊണ്ടയിലൊരു ഗ്ലാൻഡ് വന്ന് വേദന വന്നു. അത് ഹോസ്പിറ്റലിൽ പോയി ബയോപ്സി ചെയ്തു. പക്ഷേ അതിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എൻ്റെ വേദന എനിക്ക് കുറയുന്നില്ലായിരുന്നു. ഒരാഴ്ച ആൻറ്റിബയോട്ടിക് കഴിച്ചു. കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വേദനയൊന്നും കുറയുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്നേരം ആ ഇടയ്ക്കാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ നിയോഗത്തിലൊന്നും അതിനെക്കുറിച്ച് ഞാൻ വച്ചിരുന്നില്ല. പക്ഷേ ഉടമ്പടി തൈലം കയ്യിൽ കിട്ടിയപ്പോൾ അന്ന് മുതൽ ഞാൻ ഉടമ്പടി തൈലം പൂശി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു, തൊണ്ടയിൽ നിന്നും ചെവിയിലേക്കുള്ള വേദനയുള്ള ഒരു രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന്. അപ്പോഴെനിക്ക് മനസ്സിലായി അത് എൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഞാൻ എല്ലാവരോടും പറയുന്നത് ഇങ്ങനെയാണ്, ഉമിനീര് ഇറക്കുമ്പോൾ എൻ്റെ തൊണ്ടയിൽ നിന്ന് ചെവിയിലോട്ട് എനിക്ക് വേദനയാണെന്ന്. അത് തന്നെയാണെന്ന് അന്ന് അച്ഛൻ പറഞ്ഞത്. അതിനുശേഷം ഇനി ആ വേദന പൂർണ്ണമായി മാറി ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. പിന്നെയുള്ള ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അമ്മ മാതാവിൻ്റെ ഇടപെടലിൽ അതെല്ലാം എനിക്ക് പൂർണ്ണമായും വിടുവിച്ച് നൽകി. പിന്നെ എൻ്റെ മകനൊരു ആക്സിഡൻറ്റ് പറ്റി. ഞാൻ ഉടമ്പടിയിൽ ഇരുന്ന സമയത്ത് ആക്സിഡൻറ്റ് പറ്റി. അതിലും അമ്മ മാതാവ് കൂടുതൽ പരിക്കുകളൊന്നും ഇല്ലാതെ അമ്മ മാതാവ് അവനെ രക്ഷപ്പെടുത്തി. അതിലും അമ്മ മാതാവിന് 1000 നന്ദി. പിന്നെ കുടുംബത്തിലൊരു കേസ് വന്നു. അതിലും അമ്മ മാതാവ് ഒരു പ്രശ്നങ്ങളുമില്ലാതെ അതും അമ്മ മാതാവ് എനിക്ക് പൂർണ്ണമായും അതിൽ നിന്നും വിടുവിച്ച് നൽകി. പിന്നെ കുഞ്ഞുനാൾ മുതൽ എനിക്ക് പറയുമ്പോൾ എനിക്ക് അതിലെ ചിരി വരുവാണ്. പക്ഷേ എൻ്റെ കാര്യം എനിക്കറിയാം. ഒരു ദിവസം പോലും രാവിലെയും വൈകിട്ടും ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയാണ്. അത് പിന്നെ ചായ കുടിച്ചാലും ഒരു 2 ദിവസത്തേക്ക് ആ തലയുടെ ഭാരം എനിക്ക് മാറത്തില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്ത ആ ഇടയ്ക്ക് എനിക്ക് അവിചാരിതമായി വീട്ടിലെ സാഹചര്യത്തിൽ എനിക്ക് ആ ചായ കുടിക്കാൻ പറ്റാതെ വന്നു. അത് തുടർച്ചയായിട്ട് പറ്റാവുന്നു. പക്ഷേ എനിക്ക് ആ തലവേദന വന്നിട്ടില്ല. ഇപ്പോൾ 1.5 വർഷമായിട്ട് ഞാനിപ്പോൾ ചായ കുടിക്കുന്നില്ല. എനിക്ക് തലവേദനയില്ല, ഒന്നുമില്ല. പിന്നെ ഒരു ദിവസം എൻ്റെ കയ്യിൽ തിളച്ച വെള്ളം, അടപ്പയിൽ നിന്ന് തിളച്ച വെള്ളം എടുത്ത വഴി ഈ കയ്യിൽ ഇവിടെ മൊത്തത്തിൽ ആ തിളച്ച വെള്ളം അങ്ങ് വീണ്. അപ്പോൾ ഞാൻ കുറേ ദിവസം തുടർച്ചയായിട്ട് ഉടമ്പടി തൈലം തേച്ച് അത് ഒരു പൊള്ളൽ പോലും വന്നില്ല എന്നുള്ളതാണ്. സാധാരണ ചെറിയ ഇത് തിളച്ച വെള്ളം വീണ് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും പൊള്ളും. പക്ഷേ ഇത് ഒട്ടും പൊള്ളിയതേ ഇല്ല. 3-4 ദിവസമായിട്ട് ഉടമ്പടി തൈലം പൂശി. പിന്നെ വേദനയില്ലായിരുന്നു. അത് അങ്ങനെ ഒരു കറുത്ത നിറം വന്ന് ആ സ്കിന്നെല്ലാം പോയി. പിന്നെ എൻ്റെ ഭർത്താവും സഹോദരിയുടെ കുടുംബമായിട്ട് 10 വർഷമായിട്ട് വലിയ സഹകരണമൊന്നും ഇല്ലാതിരുന്നു. അതൊക്കെ ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു. അതും ഇപ്പോൾ അമ്മ മാതാവ് അതും സാധിച്ചു തന്ന് ഇപ്പം നല്ല സന്തോഷത്തിലൂടെ കുടുംബം പോകുന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോൾ സന്തോഷവും സമാധാനവും വീട്ടിലുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ സന്തോഷവും സമാധാനവും
അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചത്. പിന്നെ എല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളെല്ലാം എല്ലാവരുടെ കടകളിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, ബസ് സ്റ്റാൻഡിൽ, ഹോസ്പിറ്റലുകളിൽ എല്ലായിടവും കൊണ്ട് നടന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കും. എല്ലാ കാര്യങ്ങളും മാതാവിനെക്കുറിച്ച് പറയും, അതെല്ലാം കൊടുക്കാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് സ്ഥിരമായി കേൾക്കും, അത് ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് എല്ലാ ദിവസവും. പിന്നെ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങൾ സ്ഥിരമായി കേൾക്കും, അതും എന്നും ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ ദിവസവും ഞാൻ 3-4 സാക്ഷ്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഞാൻ കേട്ടിട്ട് എല്ലാവർക്കും ഫ്രണ്ട്സിനെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ പലർക്ക് വേണ്ടിയിട്ടും മാതാവിനോട് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് പലർക്കും രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ പലരെയും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇന്നും എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ സമൂഹ മാധ്യമത്തിലൂടെ പലരും സഹായം അഭ്യർത്ഥിക്കുന്ന എന്നെക്കൊണ്ട് കഴിയുന്ന പൈസ ഞാൻ അയച്ചു കൊടുക്കും. ഒന്നുകിൽ ഞാൻ അയക്കും, ഇല്ല എൻ്റെ മോനെ കൊണ്ട് ഞാൻ അയച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ മുന്നിൽ വന്ന് കൈ നീട്ടുന്ന എല്ലാവർക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അനാഥാലയങ്ങളിലും ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. പിന്നെ വീട്ടിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അതിനും അനാഥാലയത്തിലാണ് ഫുഡ് പറഞ്ഞ് ഞങ്ങളും അവരുടെ കൂടെ പോയിരുന്ന് കഴിച്ച് അങ്ങനെയും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. എൻ്റെ കുടുംബത്തിലെ എല്ലാവരും എല്ലാവരും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നേരത്തെ കർത്താവിനെയൊക്കെ മാതാവിനെ അറിയാവുന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഇത്രയും കൂടുതൽ കർത്താവിനെ വിളിക്കുന്നതും മാതാവിനെ വിളിക്കുന്നതും. എന്നും രാവിലത്തെ വൈകിട്ടത്തെ പ്രാർത്ഥന കൃത്യമായി ചെയ്യും, അരമണിക്കൂർ ബൈബിള് വായിക്കും, എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. ശരിക്കും ഇനിയും എൻ്റെ അമ്മ മാതാവിൻ്റെ കൂടെ തന്നെ ഇനിയും ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. 2 വർഷത്തിൽ കൂടുതലായി ഞാൻ ഉടമ്പടി എടുത്തിട്ട് എല്ലാ 3 മാസവും കൃത്യമായിട്ട് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കാറുണ്ട്. ഇപ്പോൾ 9ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ അമ്മ മാതാവിനെയും ഈശോയെയും ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പിന്നെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട്, മഴവില്ല് കണ്ടിട്ടുണ്ട്. എല്ലാ രീതിയിലും അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്. എന്ത് പ്രശ്നങ്ങൾ വന്നാലും അപ്പോഴേ ഞാൻ ഉടമ്പടി കാശ് രൂപം എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കും. അതിനെല്ലാം അപ്പോഴേ തന്നെ എനിക്ക് മാതാവ് ഉത്തരം തരും. ഇനിയും അമ്മ മാതാവിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹം. അമ്മ മാതാവ് എല്ലാ അനുഗ്രഹങ്ങളും ഇനിയുള്ള എല്ലാ ഉടമ്പടി നിയോഗങ്ങളിലും മേലും അമ്മ മാതാവ് എന്നെ അനുഗ്രഹിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാത്തിനും 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല. സങ്കീർത്തനം 66, 19, 20 വചനങ്ങളാണ്. കേട്ടിരിക്കുന്ന ഒരു ദൈവം, പ്രാർത്ഥനയുടെ സ്വരം ശ്രവിക്കുന്ന ഒരു ദൈവം, നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ഒരു ദൈവം, കാരുണ്യം നമ്മിൽ നിന്ന് എടുത്തു കളയാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കൂടെയുള്ള ദൈവം, നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മ. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ മക്കളും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പലപ്പോഴും ജോലി പ്രശ്നങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ കലഹങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ഇവയിൽ നിന്നെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ മാറുന്നില്ലെന്ന് തോന്നാം. പക്ഷെങ്കിൽ വചനം പറയുന്നു, ദൈവം എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയത്തില്ല. ഇന്ന് മനുഷ്യബന്ധങ്ങൾ പലപ്പോഴും വ്യവസ്ഥകളിലാണ്. വിജയമുണ്ടെങ്കിൽ സ്നേഹമുണ്ട്, പരാജയമാണെങ്കിൽ അകലമാണ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം ഏത് സാഹചര്യത്തിലാണേലും നമ്മിൽ നിന്ന് വിട്ടുമാറാത്ത അചഞ്ചലമായ ഒരു സ്നേഹമാണ്, ഒരിക്കലും മാറാത്ത ഒരു സ്നേഹം. നമ്മൾ ഏതവസ്ഥയിലായാലും, വീണാലും തളർന്നാലും നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം നമ്മെ വിട്ടുപോകാത്ത ഒരു ദൈവം. അങ്ങനെയുള്ളൊരു വലിയൊരു സാക്ഷ്യമാണ് ലതിക എസ് എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്.
ഈ മകൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു 9 പ്രാവശ്യം പുതുക്കിയെന്ന്. ദൈവത്തിൻ്റെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഹോദരിയുടെ സാക്ഷ്യമാണിത്. 9 പ്രാവശ്യം പുതുക്കി ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സഹോദരി. ആദ്യമായി പറഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞത് തൊണ്ടയിൽ ഒരു ഗ്ലാൻഡ് ഉണ്ടായിരുന്നു. പല ഹോസ്പിറ്റലിലും പോയി മെഡിസിൻ എടുത്തു, പക്ഷെങ്കിൽ അത് ഇമ്പ്രൂവ്മെൻ്റ് ആയില്ല, ഹീലായി, രോഗസൗഖ്യം ലഭിച്ചില്ല. പിന്നീട് ഒരിക്കൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, തൊണ്ടയിൽ നിന്നും ചെവിയിലേക്ക് വേദനയുള്ള ഒരു രോഗിയെ സുഖപ്പെടുത്തുമെന്ന്. തൽക്ഷണം ഈ സഹോദരി അത് വിശ്വസിച്ചു. തൊണ്ടയിൽ നിന്നും ചെവിയിലേക്കുള്ള വേദന അത് സ്വന്തമായിട്ട് തന്നെ എനിക്ക് തന്നെയാണ് ആ രോഗസൗഖ്യം ലഭിച്ചതെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഈ സഹോദരിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. നമ്മൾ ഓരോ പ്രാവശ്യം ധ്യാനം കൂടുമ്പോഴും അച്ഛൻ ഓരോ പ്രാവശ്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമുക്കറിയാം ഈ ആലയത്തിൽ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയമാണ്. ജോസഫ് അച്ഛന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും അമ്മയിലേക്കാണ് നമ്മൾ ഓരോ പ്രാർത്ഥനകളും കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ഈ സഹോദര കണ്ണുനീരും കണ്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോയും അമ്മയും ഈ രോഗസൗഖ്യം ഈ മൾക്ക് നൽകിയത്. സമയചുരുക്കത്തിൻ്റെ അമ്മയാണ്. ഉടമ്പടിയിലുള്ള ഓരോ മക്കളെയും കാത്തുപരിപാലിക്കുന്ന അമ്മ. എത്ര വർഷമായാലും നിങ്ങൾ സഹിച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, പക്ഷെങ്കിൽ ഉടമ്പടിയിലാവുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഒരമ്മയാണ്, നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ്. നമ്മുടെ ഓരോ കാര്യവും ചെന്ന് പറയുന്നത് ഈശോയോടാണ്. കാനായിലെ വിവാഹ സമയത്തും അവരുടെ ആവശ്യം അവരോട് പറഞ്ഞത് പോലെ തന്നെയാണ് ഇന്നും നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നീട് പറഞ്ഞ മകൻ്റെ ഒരു സംരക്ഷണമാണ് ആക്സിഡൻ്റ് സമയത്ത്. അതും പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് നിന്ന് മകനെ സ്വന്തം കരങ്ങളിൽ സംരക്ഷിച്ചതുപോലുള്ളൊരു സാക്ഷ്യമാണ്. പല പ്രാവശ്യവും ഈശോയുടെ അമ്മയുടെ സംരക്ഷണവും ഇടപെടലുകളും ഇവർക്ക് മനസ്സിലാക്കിയത് പിന്നീട് വന്ന കേസിൻ്റെ സെറ്റിൽമെൻ്റ് ആയിരുന്നു. അതും ഈശോയും അമ്മയും നല്ല രീതിയിൽ ഇടപെട്ടാണ് ആ കേസിൽ നിന്ന് റിലീസാവാനായിട്ട് സാധിച്ചത്. തിളച്ച വെള്ളം കയ്യിൽ വീണപ്പോഴും നല്ല വേദന ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെയാണ് എല്ലാത്തിനും ഒരു മരുന്ന്, പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലമാണ്. ആ തൈലം തേച്ച ഉടനെ ഈ സഹോദരിക്ക് അതിൽ നിന്നും റിലീസായി. വേദന തിളച്ച വെള്ളം വീണിട്ടും അത് പെട്ടെന്ന് തന്നെ സൗഖ്യമാക്കാനായിട്ട് സാധിച്ചു. ഏറ്റവും വലിയ അനുഗ്രഹം ഉടമ്പടി ജീവിതത്തിൽ അനുദപിച്ചാൽ കൂടുതൽ അനുഗ്രഹമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ലഭിക്കുന്നത്. അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ നിൽക്കുന്നതായിട്ടാണ് ഈ സഹോദരിയുടെ പറഞ്ഞ 10 വർഷമായിട്ട് സഹോദരങ്ങളുമായിട്ട് രമ്യതയിലല്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു നിയോഗമായാണ് ഈ മകൾ സമർപ്പിച്ചത്, സഹോദരങ്ങളുമായിട്ട് രമ്യപ്പെടാനായിട്ട്. അതും ആ നിയോഗത്തിൽ സമർപ്പിച്ചതും ഈശോയും അമ്മയും കേൾക്കാതിരുന്നില്ല, തള്ളിക്കളഞ്ഞില്ല, എടുത്തു കളഞ്ഞില്ല. ആ നിയോഗവും ഈ സഹോദരിക്ക് സാധിച്ചു കൊടുത്തു. ഓരോ പ്രാവശ്യവും നമ്മൾ ഈശോയുടെ അമ്മയുടെ അടുത്ത് വന്ന് ഓരോ നിയോഗങ്ങൾ വെച്ച് ഓരോ പ്രാവശ്യം പുതുക്കുമ്പോഴും ഈശോയും അമ്മയും ഇത് തന്നെയാണ് പറയുന്നത്, അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല, അവിടുത്തെ കാരുണ്യം എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞില്ല എന്നാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹവും സാഹചര്യങ്ങളോട് അനുസൃതമല്ല, മറിച്ച് നമ്മുടെ വ്യക്തിബന്ധത്തിലാണ്. വിഷയബന്ധിതമായിട്ടാണ് നമ്മൾ ഈശോയുടെ അടുക്കൽ വരുന്നത്, ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് വേണം ഇത് വേണം. പക്ഷെങ്കിൽ ഒരു നല്ലൊരു വ്യക്തിബന്ധത്തിലാകുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് വിഷയബന്ധിതമല്ലാതെ വ്യക്തിബന്ധമായ ഒരു ബന്ധം പുനഃസ്ഥാപിക്കുകയും നമ്മുടെ കൂടെ ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യവും ഇടപെട്ട് ഈശോയും അമ്മയും നമ്മൾ മുന്നോട്ട് നയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കിടയിലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയുടെ അചഞ്ചലമായ സ്നേഹം നമുക്കും അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ലതികയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ സഹായിച്ച, ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് നിഷ, ഇത് എൻ്റെ ഹസ്ബൻഡ് ജെയിംസ്, 2 മക്കൾ എഡ്വിൻ, മരിയ. ഇതെൻ്റെ മമ്മി മിനി. മമ്മി ഓൾറെഡി ഉടമ്പടിയിലാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനായിട്ടാണ്. 26 ജൂൺ 2022
ഞാൻ സൗദിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അത് കഴിഞ്ഞ് റിസൈൻ ചെയ്ത് ഹസ്ബൻഡ് ബഹ്റൈനിൽ വർക്ക് ചെയ്യുന്ന സമയം ഹസ്ബൻഡിൻ്റെ അടുത്ത് വിസിറ്റിംഗ് വിസയ്ക്ക് അങ്ങനെ പോയി. അപ്പം ഒരു ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് വേണം OET നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം OET പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വെറുതെ ഓൺലൈനായിട്ട് ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ഉടമ്പടി സാക്ഷ്യം കാണുന്നു. OET ഇങ്ങനെ ഉടമ്പടി എടുത്ത് പാസ്സായി. അതിൻ്റെ ഫലമായിട്ട് ഞാനും വന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ്. അങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു 4 മൊഡ്യൂളിനും B ഗ്രേഡ് കിട്ടണമെന്ന്. അങ്ങനെ പക്ഷേ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കായി കൂടുതൽ പ്രാർത്ഥിച്ചാണ് ഒരുങ്ങിയത്. അതിൻ്റെ ഫലമായിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞാൻ 4 മൊഡ്യൂളിനും B ഗ്രേഡോട് കൂടി പാസ്സായി. എൻ്റെ എക്സാം റിസൾട്ട് കാണുമ്പോൾ തന്നെ അറിയാം, കറക്റ്റ് 350, അതായത് 4 മൊഡ്യൂളിനും B ഗ്രേഡോട് കൂടി പാസ്സായി. അത് ഈ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണെന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും പൂർണ്ണമായ ബോധ്യമുണ്ട്. അത് കഴിഞ്ഞ് CBT എക്സാമും അതുപോലെ പാസ്സായി. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു. ഒക്ടോബറിൽ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നു. അതിനു മുന്നേ ഞാൻ യു കെ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നു. ഇൻ്റർവ്യൂ എല്ലാം ഈസിയാണ്, പക്ഷേ എന്തോ കാരണം കൊണ്ട്, എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് അതെല്ലാം റിജക്റ്റായി പോകുന്നു. അവർക്ക് സ്റ്റാഫിനെ വേണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിനനുസരിച്ചുള്ള സ്റ്റാഫിനെ വേണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒത്തിരി വിഷമിച്ചാണ് ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിൻ്റെ ഫലമായി നവംബർ 8-ാം തീയതി സ്കോട്ട്ലൻഡ്, UK-യിലെ ഏറ്റവും നല്ല സ്ഥലമാണ് സ്കോട്ട്ലൻഡ്. അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ഉടമ്പടി കാശുരൂപം വെച്ചാണ് അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ആ ഇൻ്റർവ്യൂ ഒത്തിരി ടഫായിരുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു അവർ ചോദിക്കുന്നത്. കാരണം അവരുടെ ഇംഗ്ലീഷ് സ്ലാങ് ഇച്ചിരി ഡിഫറെൻ്റ് ആയിരുന്നു, ഒട്ടും ക്ലിയർ അല്ലായിരുന്നു, നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഈ ഇൻ്റർവ്യൂവും പാസ്സാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒത്തിരി പ്രാർത്ഥിച്ച് ഉടമ്പടി കാശുരൂപം കയ്യിൽ എടുത്തത് കൊണ്ട് പിന്നെ മാതാവ് ഈശോയോട് സമർപ്പിച്ച് തരുവാണെങ്കിൽ തരട്ടെ എന്ന് വിചാരിച്ചങ്ങനെ പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്തു. ആ ഭാഗ്യം കൊണ്ട് ആ ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നു. അപ്പം ഓൾറെഡി ഞാൻ റിസൈൻ ചെയ്തിട്ട് 1 വർഷത്തോളമായി, ജോബൊന്നും ആയില്ല. വീണ്ടും പ്രോസസ്സിങ് ഡിലേ ആയാൽ ഒത്തിരി ബുദ്ധിമുട്ടാകും. അങ്ങനെ ഞാനിവിടെ വന്ന് അച്ഛൻ്റെ ഒരു ദിവസം വന്നപ്പോൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം നടക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ അച്ഛനിങ്ങനെ പറയുന്നുണ്ട്, നമുക്കെന്തെങ്കിലും ഒരു പ്രോസസ്സിങ് ഡിലേ ആകുമ്പോൾ അത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി നമ്മളതിനെ കാണണം, ഒരു ടാപ്പിംഗ് പീരീഡായി കാണണമെന്ന്. അങ്ങനെ ഒക്ടോബറിൽ ഞാൻ ഉടമ്പടി എടുത്ത് നവംബറിൽ ഇൻ്റർവ്യൂ പാസ്സാകുന്നു. ഒരു 3 മന്ത് കറക്റ്റ് എനിക്ക് കിട്ടുന്നു. ജനുവരി 22-നാണ് ഞാൻ UK-ക്ക് പോകുന്നത്. അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി 3 മാസം 90 ഡേയ്സ് എനിക്ക് ഏറ്റവും ഭംഗിയായി ആ ഉടമ്പടി ചെയ്ത് തീർക്കാൻ സഹായിക്കുന്നു. പറ്റുന്ന ദിവസങ്ങളെല്ലാം പള്ളിയിൽ പോയി 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ച് ഏറ്റവും ഒരുങ്ങി രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി 1/2 മണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിച്ച് അങ്ങനെ ആ 90 ഡേയ്സ് ഏറ്റവും ഭംഗിയായി ഉടമ്പടി പൂർത്തീകരിക്കുവാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ അതിനിടയ്ക്ക് എനിക്കൊരു പോലീസ് ക്ലിയറൻസിൻ്റെ ഇഷ്യൂ വന്നു. കാരണം ഞാൻ പോലീസ് ക്ലിയറൻസിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ പാസ്പോർട്ടിന് എന്തോ വെള്ളം വീണ് എന്തോ പാടുണ്ട്. അപ്പോൾ ഒരിക്കലും എനിക്ക് പോലീസ് ക്ലിയറൻസ് ആ പാസ്പോർട്ട് വെച്ചിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറയുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി വിസ സ്റ്റാമ്പിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാസ്പോർട്ട് വീണ്ടും റിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പ്രോസസ്സിങ് ആദ്യം തൊട്ട് സ്റ്റാർട്ടാവും, വീണ്ടും പ്രോസസ്സിങ് ഡിലേ ആകുന്നു. ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് ആ ഉദ്യോഗസ്ഥൻ എന്നോട് പറയുന്നു, നിൻ്റെ ഓൺ റിസ്കിൽ എനിക്ക് എഴുതി തരണം, ഈ പാസ്പോർട്ട് വെച്ച് ഞാൻ പോലീസ് ക്ലിയറൻസ് ഇഷ്യൂ ചെയ്യാം, പക്ഷേ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നിൻ്റെ മാത്രം റിസ്കിലായിരിക്കുമെന്ന് എനിക്ക് എഴുതി തരാൻ പറയുന്നു. ഞാനങ്ങനെ എഴുതി കൊടുക്കുന്നു. പക്ഷേ ഒരു ഇഷ്യൂവും കൂടാതെ ഇമിഗ്രേഷനെല്ലാം ക്ലിയറായി ഞാൻ UK-യിൽ 22 ജനുവരി 2023 പോയി. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, മാതാവിന് തിരുക്കുമാരിൽ നിന്ന് വാങ്ങിത്തന്നതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് UK-യിൽ ചെല്ലുന്ന ഹസ്ബൻഡും മോനും വരുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് മോനും UK-യിൽ വരുന്നതിന് മുമ്പ് തന്നെ ഹസ്ബൻഡ് നേഴ്സാണ്. അപ്പം NCLEX അമേരിക്കൻ ലൈസൻസ് എക്സാമിന് വേണ്ടി ഒരു ആഗ്രഹത്തിന് പുറത്ത് നോക്കുന്നതാണ്. പക്ഷേ ഒത്തിരി ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു, ചെറിയൊരു കോച്ചിങ് എടുത്തു, കിട്ടുമെന്നൊട്ടും പ്രതീക്ഷയില്ല. പക്ഷേ ആ സിലബസ് മാറുന്നതിന് മുമ്പ് തന്നെ എക്സാം എഴുതുന്നതുകൊണ്ട് പെട്ടെന്നൊരു എക്സാം ഡേറ്റ് എടുക്കുന്നു മഹാരാഷ്ട്രയിൽ, പൂനെയിൽ. അങ്ങനെ ഒത്തിരി പ്രിപ്പറേഷനൊന്നുമില്ല, ഒത്തിരി ഇതൊന്നുമില്ലാതെ ഞങ്ങൾ മാതാവിൽ ഈശോയിലും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഹസ്ബൻഡ് ബഹ്റൈനിൽ നിന്ന് പൂനെയിൽ വന്ന് എക്സാം എഴുതുന്നു. ആ സമയത്ത്
അച്ഛൻ പറഞ്ഞ ഓർമ്മയുണ്ട്, നമ്മൾ ഒരാൾ എക്സാം പോകുമ്പോൾ, ഇപ്പോൾ അമ്മമാർ മക്കൾ എക്സാം എഴുതാൻ പോകുമ്പം ജസ്റ്റ് രാവിലെ പ്രാർത്ഥിച്ചു വിടുക, അല്ലാതെ പ്രാർത്ഥിക്കുന്ന അവർ എക്സാം എഴുതുന്ന സമയത്ത് നമ്മളും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ UK ടൈം ഏകദേശം ഒരു 3-3:30 വെളുപ്പിന് ഞാൻ നമ്മുടെ പച്ചത്തിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടി ഹസ്ബൻഡ് എക്സാം എഴുതുന്ന സമയത്ത് ഇങ്ങനെ കൈകൾ വിരിച്ച് വെച്ച് ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു. ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, എക്സാം ഒത്തിരി ടഫായിരുന്നു, കിട്ടുമെന്ന് തോന്നുന്നില്ല, തല പൊട്ടുന്ന വേദന, തലവേദനയാണ്, ഫോൺ വെക്കുവാന്ന് പറഞ്ഞ് വെച്ചു. ഞാനിങ്ങനെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഒരു ഫാർമസി തപ്പി, ഗൂഗിളിൽ തപ്പി, അറിയാൻ വയ്യാത്ത സ്ഥലമാണ്. അപ്പോൾ ഒരു ഫാർമസിയുടെ പേര് കണ്ട ഗൂഗിൾ മാപ്പിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയി ഡയറക്ഷൻ ഇടയ്ക്ക് തെറ്റിയ പോലെ തോന്നുന്നു, പക്ഷേ എന്നിട്ടും മുന്നോട്ട് പോയി മാപ്പിൽ സെയിം വഴി തന്നെ കാണിക്കുന്നു. അവിടെ ചെന്ന് ഒരു സ്ഥലത്ത് ചെന്ന് നിന്നു. അവിടെ ഒരു ഫാർമസി ഒന്നും കാണുന്നില്ല. പക്ഷേ ഹസ്ബൻഡ് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ണീശോയെ കൈകളിലേന്തിയ ഒരു മാതാവിൻ്റെ രൂപമാണ് കാണുന്നത്. അപ്പം ശരിക്കും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഒരു ആളിരിപ്പുണ്ടായിരുന്നു. അപ്പം എന്തിനാ വന്നതെന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. പക്ഷെ അന്നേരത്തെ ഒരു ഷോക്കിൽ ഫോട്ടോ ഒന്നും എടുത്തില്ല, അവിടെ ഫാർമസി ഇല്ലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് തിരിച്ചു വന്നു എന്നോട് പറഞ്ഞു. അപ്പം ഒത്തിരി ടെൻഷൻ അടിച്ച്, മാതാവേ കൂടെ ഇല്ലേ, ഈ എക്സാം പാസ്സാക്കി തരുമോ എന്നോ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടാണ് ഹസ്ബൻഡ് പോയത്. പക്ഷേ മാതാവ് കൂടെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള തെളിവായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അത് ഒരു വലിയ ഉടമ്പടി സാക്ഷ്യമാണ്. ആ എക്സാം അത്ഭുതകരമായിട്ട് എൻക്ലക്സ് സാറിന് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വലിയ ഹാർഡ് വർക്കൊന്നുമില്ലാതെ പ്രാർത്ഥനയുടെ മാത്രം സഹായത്തോടു കൂടി പാസ്സായി. അതിനും അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി. പിന്നെ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് മോനും UK വരുന്നു. അവിടെ വീട് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഉടമ്പടി നമ്മുടെ ഉപ്പ് ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഹോസ്പിറ്റലിനടുത്ത് തന്നെ സ്കൂള്, എല്ലാ സൗകര്യങ്ങളോടും കൂടി അടുത്ത് തന്നെ. മോൻ്റെ സ്കൂള് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അങ്ങനെ ആ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ വീട് തന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞിനാണെങ്കിൽ കണ്ടിന്യൂസ് തുമ്മലായിരുന്നു. അപ്പം ഉടമ്പടി വസ്തു ഞാനിങ്ങനെ നമ്മുടെ തൈലം തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുമെന്നും അങ്ങനെ ഉടമ്പടി ഉപ്പും കൊടുക്കുമായിരുന്നു. അങ്ങനെ തുമ്മൽ ഒരുപാട് കുറഞ്ഞു കിട്ടി, വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും കൂടാതെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് അവിടെ വന്ന് എക്സാം എഴുതി, ഓസ്കി, IELTS, അതുപോലെ അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതെല്ലാം പാസ്സായത് ഉടമ്പടി തൈലത്തിൻ്റെയും വിശുദ്ധ ഉപ്പിൻ്റെയും ഉപയോഗം കൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് UK ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്. അതുവരെ 3 പേര് 3 സ്ഥലത്തായിരുന്നു. മോൻ നാട്ടിൽ മമ്മിയുടെ കൂടെ, ഹസ്ബൻഡ് ബഹ്റിനിലും, ഞാൻ സൗദിയിൽ, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ UK ഞങ്ങൾ ഒരുമിച്ചെത്തി. അപ്പോൾ രണ്ടാമതൊരു കുഞ്ഞിനെ കൂടി ആഗ്രഹിച്ചു. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തു. ആദ്യത്തേത് എന്താ കാരണമെന്നറിയില്ല, ബ്ലീഡിങ് ആയി, മിസ്കാരേജ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. അത് കഴിഞ്ഞ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സ് പറഞ്ഞു വീണ്ടും 3 മാസം കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്യാം. അങ്ങനെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു, വിശുദ്ധ തൈലം തേച്ച് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മാസം മാതാവിൻ്റെ ജന്മത്തിരുന്നാളിൻ്റെ മാസം 8 നോയമ്പിൻ്റെ മാസം 8 ദിവസവും എൻ്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് 8 ദിവസം മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ആ മാസം തന്നെ സെപ്റ്റംബറിൽ തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാണെന്ന് കാണിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. ഒത്തിരി കോംപ്ലിക്കേഷൻസ്, ബാക്ക് പെയിനായിട്ടും റിപ്പ് പെയിനായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഡ്യൂ ഡേറ്റ് ജൂൺ 2 പറഞ്ഞിരുന്നത്. പക്ഷേ മാതാവിൻ്റെ വണക്കമാസം തന്നെ, അമ്മ തന്ന കുഞ്ഞാണെങ്കിൽ എനിക്ക് മാതാവിൻ്റെ വണക്കമാസം തന്നെ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് 18 ഒരു പെൺകുഞ്ഞിനെ തന്ന് മാതാവും തിരുക്കുമാറും ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ UK ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്നും അഡ്മിറ്റ് ആകാൻ പറ്റില്ല. UK നമ്മൾക്ക് ഇപ്പം ചെറിയൊരു പെയിൻ വന്നാലോ കൺട്രാക്ഷൻ വന്നാലോ അവർ വെയിറ്റ് ചെയ്യുക, അവരെ ഒബ്സർവ് ചെയ്യാം എന്നൊക്കെ പറയുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ടെൻഷൻ അടിച്ചിട്ടാണ് UK നിന്നത്. എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു നാട്ടിൽ പോയി ഡെലിവറി ചെയ്താൽ മതി. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ തന്നെ നിന്നു. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു. മെയ് 18 ഒരു ഞായറാഴ്ചയാണ്. അധികം തിരക്കൊന്നുമില്ലാത്ത ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ കൺട്രാക്ഷൻ വരുന്നു. ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് പെയിൻ മെഡിസിൻ തരാം, ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അഡ്മിറ്റ് ആകാനൊന്നുമല്ല, ജസ്റ്റ് പെയിൻ മെഡിസിന് മാത്രമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഒരു തിരക്കുമില്ലായിരുന്നു അവിടെ. അപ്പം അവർ പെയിൻ മെഡിസിൻ തന്നു. അപ്പോൾ കൺട്രാക്ഷൻ ചെറിയ രീതിയിലേ ഉള്ളൂ, സെർവിക്സിൻ്റെ ഡയലറ്റേഷൻ ഒന്നുമില്ല. അവർ പറഞ്ഞു വീട്ടിലേക്ക് പൊക്കോളാം, ജസ്റ്റ് ഡോക്ടർ വന്നൊന്ന് കണ്ടിട്ട് പോയാൽ മതി. ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു ഏകദേശം അരമണിക്കൂറോളം ദൂരമുണ്ട്. അപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാലോ പെട്ടെന്ന് നമുക്ക് എത്തുക സാധ്യമല്ല. അപ്പം ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. ഹസ്ബൻഡും കൂടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഫ്ലൂയിഡ് ലീക്കാവുന്നു.
അവർ സെർവിക് ഡയലറ്റേഷൻ നോക്കുന്നു. ഞങ്ങൾ രാവിലെ 8:30-ക്കാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത്. 3 മണിക്കൂറിനുള്ളിൽ, അതായത് 11:30-ക്ക് മുന്നേ തന്നെ ഒരു കോംപ്ലിക്കേഷനും കൂടാതെ നോർമൽ ഡെലിവറിയിലൂടെ ഒരു പെൺകുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചു. അത് ഏറ്റവും വലിയ അത്ഭുതമാണ്. കാരണം UK അങ്ങനെയൊന്നും ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അത്രയും വേഗത്തിലൊരു ഡെലിവറി. അവിടുത്തെ നോക്കുന്ന നഴ്സുമാരും ഞങ്ങളോട് പറഞ്ഞു, ഇത് ഒന്നും അറിയാത്ത പോലെ ജസ്റ്റ് വന്നു പോകുന്ന ഒരു രീതിയായിപ്പോയി. ഒരുപാട് അനുഗ്രഹം മാതാവ് ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അന്ന് തന്നെ ഡിസ്ചാർജ് ആകാമെന്ന് പറഞ്ഞതാണ്. പിന്നെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. അതിനുശേഷമാണ് എൻ്റെ പേരൻസ് UK വന്നത്. ആ സമയം ഞങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ച സമയമായിരുന്നു. പക്ഷേ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ അത്ഭുതകരമായ ഒരു സംരക്ഷണ ബലം ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സാക്ഷ്യം. ഇതുപോലെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഇതിനെല്ലാം അമ്മ മാതാവിനും തിരുക്കുമാറിനും 1000 നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ അവിടെ UK ചാരിറ്റി പ്രവർത്തനങ്ങൾ പൈസയായിട്ട് എല്ലാ മാസവും അങ്ങനെ കൊടുക്കാറുണ്ട്, അല്ലാതെ ഡ്രസ്സുകളായിട്ട് കൊടുക്കാറുണ്ട്, അല്ലാതെ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾക്ക് പറയുന്ന ആൾക്കാരോട്, നമ്മുടെ ഫ്രണ്ട്സിനായാലും എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നാൽ പോലും ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത് തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ഒരു പേര് പറഞ്ഞ വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഉടമ്പടി ജീവിതത്തിലൊക്കെ വന്നതിന് ശേഷമാണ്. ഞാനിവിടുന്ന് തീർത്ഥാടന ഉടമ്പടി 90 ദിവസം എടുത്തെങ്കിലും പിന്നീട് ഓരോ 3 മാസം കൂടുന്തോറും ഓൺലൈൻ ഉടമ്പടി കണ്ടിന്യൂസ് ആയിട്ട് പുതുക്കിക്കൊണ്ടിരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുഞ്ഞ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയ ഡിലേ വന്നിട്ടുണ്ടെങ്കിലും പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ മത്തായി 6:33 വെച്ചിട്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, പിന്നീട് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിലും അമ്മ മാതാവും തിരുക്കുമാറും ഞങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നു. അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒരുപാട് നന്ദി. പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം 22-ാം തിരുവചനം. മനുഷ്യൻ്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. നിഷ കോശി എന്ന ഇവരുടെ കുടുംബത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ശ്രേഷ്ഠമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അവർ പങ്കുവച്ചത്. അവരുടെ ആഗ്രഹങ്ങളെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കാനായിലെ വിരുന്നിലെ അത്ഭുതം പോലെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവരുടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ അവരുടെ എല്ലാം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലെല്ലാം സങ്കടപ്പെടുന്ന അവസ്ഥയിലെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈശോ രക്ഷകനാണെന്ന് ഏറ്റുപറയാനുള്ള വിശ്വാസ പ്രഖ്യാപനത്തിനുള്ള വലിയ ഒരു സാധ്യത നൽകിയതായിട്ടാണ് നിഷ ഇവിടെ ഏറ്റുപറഞ്ഞത്. നിഷയുടെ ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് പറയുന്നത് 2 കാര്യങ്ങളായിട്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. തങ്ങൾക്ക് യോഗ്യതകളൊന്നുമില്ല എന്നവർ ഏറ്റു പറയുമ്പോൾ പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റു പറഞ്ഞപ്പോഴാണ് ആ വചനം മാംസമായത് എന്ന് നാം സുവിശേഷത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. നിഷ പറയുന്നത് പോലെ കുഞ്ഞുണ്ടാകാനുള്ള ഒരു ആഗ്രഹം പരിശുദ്ധ അമ്മയുടെ ആ മാസത്തിൽ തന്നെ, വണക്കമാസത്തിൽ തന്നെ എനിക്കുണ്ടാകണം എന്ന ആഗ്രഹം ജൂൺ മാസത്തിലെ ഡേറ്റിന് മുൻപ് തന്നെ മെയ് മാസത്തിൽ ആ കുഞ്ഞിനെ അവർക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ NCLEX RN എക്സാം പാസ്സായതിൻ്റെ പരിശുദ്ധ അമ്മയുടെ വലിയ സാമീപ്യം അവർക്ക് ലഭിച്ചു. അങ്ങനെ അവരുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയാണ് അവർക്ക് ഗ്രീൻ സിഗ്നലിട്ട് ഈശോയ്ക്ക് നൽകുന്നത്. നമ്മുടെ ഉടമ്പടി വളരെ കൃത്യമാണെങ്കിൽ, നാം ഈശോയെ സ്നേഹിക്കുന്നു എന്ന് ഈശോയ്ക്ക് തോന്നുമ്പോൾ പരിശുദ്ധ അമ്മ വളരെ സന്തോഷവതിയായി സ്തോത്രഗാനം പാടുന്ന ഒരു വലിയ അനുഭവം നമുക്കുണ്ടാകുന്നത് നമ്മുടെ ഉടമ്പടി പൂർത്തിയാകുമ്പോഴാണ്. നാം ഉടമ്പടി ജീവിക്കുന്നത് നമ്മുടെ കാര്യസാധ്യതകൾക്ക് വേണ്ടി ആകരുത് എന്ന് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കാര്യസാധ്യതകൾക്ക് വേണ്ടി നാം ഉടമ്പടിയെടുത്ത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അത് കഴിയുമ്പോൾ ഗുഡ് ബൈ പറയുന്നവരാകാതെ ഈശോയെ സ്നേഹിക്കുവാൻ വേണ്ടിയുള്ള ഒരു വലിയ തീരുമാനമാണ് നാം ഉടമ്പടിയിലൂടെ കടന്നു പോകുന്നതെങ്കിൽ, ഉടമ്പടിയിലൂടെ എടുക്കുന്നതെങ്കിൽ ആ തീരുമാനത്തിലാണ് ഈശോ സന്തുഷ്ടനാകുന്നത്. ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് നൽകുന്നത്. നേർച്ച വസ്തുക്കളെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ സാമീപ്യത്തിൻ്റെ ഒരു അടയാളമാണ്. അത് നമുക്കെപ്പോഴും കൂടെ കൊണ്ടു നടക്കാം. പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ സഞ്ചരിക്കും. ഈശോയുടെ ആ വലിയ തിരുവുത്താനത്തിൻ്റെ വലിയ സംരക്ഷണവും സൗഭാഗ്യവും നമുക്കുണ്ടാകുകയും ചെയ്യും. നിഷയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടി നൽകിക്കൊണ്ട്, ഇത് ഞങ്ങളുടെ വാവ റെയിലിൻ മറിയം അലക്സ്. ഇന്ന് ഈ അൾത്താരയിൽ നിൽക്കാൻ ഉള്ള അനുഗ്രഹം തന്നതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.
ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടിയാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2022 എൻ്റെ അമ്മയ്ക്കൊരു കൂട്ടായിട്ടാണ് ഞാൻ വരുന്നത്. അന്ന് ഈ ക്യാമറ ഇരിക്കുന്നതിൻ്റെ ബാക്കിലൊരു തൂണുണ്ട്. അന്ന് ഇവിടെ വന്ന് നിന്ന് എനിക്ക് ട്രാവൽ സിക്നസ് ഉണ്ട്. അപ്പം ഞാൻ അതിന് ഗുളിക കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പം ഭയങ്കര ഉറക്കക്ഷീണത്തിലാണ് ഞാൻ വന്നത്. അമ്മ ഉടമ്പടി എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്ന് ക്ലാസ്സൊക്കെ കൂടിയ സമയത്താണ് ഞാൻ ഇവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം ഉടമ്പടി എടുക്കുന്നതിന് തൊട്ട് മുന്നേ അമ്മ എന്നോട് ചോദിച്ചായിരുന്നു, എടി നീ എടുക്കുന്ന ഉടമ്പടി? ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല, അമ്മ തന്നെ എടുത്താൽ മതി, വെറുതെ എടുത്തിട്ട് ഉഴപ്പുന്നതിലും നല്ലത് എടുക്കാതിരിക്കുകയല്ല, കാരണം അമ്മ എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഈ മൂലക്കിരുന്ന് ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഞാൻ ഉറങ്ങിയ സ്ഥലത്ത് വന്നിരുന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞാൻ ഉടമ്പടി എടുക്കുകയുള്ളൂ എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യം സമ്മതിച്ചില്ല. 2023 ഞങ്ങൾ കാനഡയിലായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ജൂൺ മാസത്തിലായിരുന്നു. അതുകൊണ്ട് എടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നെന്ന് വെച്ചാൽ, ജൂൺ മാസം 2023 ഞാൻ ആദ്യമായിട്ട് കൺസീവ് ആയത് ഞങ്ങളൊരു കുഞ്ഞിന് പ്രിപ്പയർഡ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഇരിക്കുന്ന സമയമൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു കുഞ്ഞ് വരും എന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഞാൻ ആദ്യമായിട്ട് കൺസീവ് ആയെന്ന് ഞാൻ അറിയുന്നത്. ജസ്റ്റ് ഒരു റാൻഡം ചെക്കിൽ ഞങ്ങളിങ്ങനെ അറിയുമായിരുന്നു, ഓക്കെ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം ഞങ്ങളിങ്ങനെ അറിയുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. കാരണം അതെൻ്റെ ഇച്ചാൻ്റെ ബർത്ത്ഡേയുടെ, ഇച്ചാന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ തലേദിവസമായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിലും വലിയൊരു ഗിഫ്റ്റ് ഒന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് വയറ്റിൽ വേദന വന്നു, ബ്ലീഡിങ് ആയി. ഞാൻ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ ഫോൺ വിളിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോൾ കാനഡയിലായത് കാരണം തന്നെ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേ നമുക്ക് ആക്സസ് കിട്ടത്തുള്ളൂ. നമ്മളവിടെ വർക്ക് ചെയ്യുന്ന കാര്യം, ഞാനൊരു നേഴ്സാണ്, പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന കാര്യമൊന്നും അതൊരു ബോധോടല്ല. നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പോയാലും അതൊരു 5-6 മണിക്കൂർ വെയിറ്റ് ടൈം മിനിമം കഴിഞ്ഞിട്ടേ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ തന്നെ പറ്റുള്ളൂ. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദന കൂടി, ബ്ലീഡിങ് ആയി. അപ്പം ഞാൻ മെറ്റേണിറ്റി നേഴ്സും കൂടെ ആയത് കാരണം എനിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ അവരെൻ്റെ ബ്ലഡ് കളക്ട് ചെയ്തു, അതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് കാര്യം ഏകദേശം മനസ്സിലായി, ഇതൊരു മിസ്കാരേജിലോട്ടാണ് നീങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തൊട്ട് എനിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമം തുടങ്ങി. എന്നാലും ഡോക്ടർമാർ ഉള്ളിൽ വിളിച്ചു, ഇത് ഒരു എക്ടോപിക് പ്രഗ്നൻസി വല്ലതും ആണോ, ട്യൂബിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവർ പിന്നെയും കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ നഷ്ടമായി. അത് ഞങ്ങൾക്കൊരു വലിയ സങ്കടമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അത് ഒട്ടും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സങ്കടമായിരുന്നു. പിന്നെ അധികം റെസ്റ്റും കാര്യങ്ങളൊന്നും പറ്റിയില്ലെങ്കിലും പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണെങ്കിലും ഞാൻ ബാത്റൂമിൽ കയറിയിരുന്ന് കരയുക. എനിക്ക് ഒട്ടും നമുക്കങ്ങനെ അക്സെപ്റ്റ് ആയിട്ട് ഞാൻ വന്നില്ലായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷെ ഒരു മാസം കഴിഞ്ഞ് ഈ മിസ്കാരേജിൻ്റെ ഇത് തന്നെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ ഞങ്ങളോട് 1 മാസം കഴിഞ്ഞിട്ടൊരു ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞായിരുന്നു. അപ്പം അതിന് മുന്നേ ഞാനിങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മേനെ വിളിച്ചിങ്ങനെ മിസ്കാരേജിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, എടി മമ്മിയുടെ ചേച്ചിയുടെ മോള് പുള്ളിക്കാരിയും പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ വിശേഷം പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചേച്ചിനെ വിളിച്ച് പറഞ്ഞു, ചേച്ചി എനിക്ക് പറ്റിയതുപോലെ ആവരുത്, എനിക്ക് എന്തുകൊണ്ടാണ് പറ്റിയതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഡ്യൂട്ടി എടുത്തുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ചേച്ചി സൂക്ഷിക്കണം, കാര്യമായിട്ട് തന്നെ നോക്കണം, വെയിറ്റ് ഒന്നും എടുക്കരുത് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം ചേച്ചിക്കത് പേടിയായോ എന്ന് എനിക്കറിയത്തില്ല. പിറ്റേ ദിവസം എൻ്റെ അമ്മ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ എന്തിനാ ചേച്ചിനെ പറഞ്ഞ് പേടിപ്പിച്ചേ, ചേച്ചിക്ക് അപ്പടി പേടിയായെന്നാണ് തോന്നുന്നത്, നീ എന്തിനാ പേടിപ്പിക്കാൻ പോയേ, നിനക്ക് പറ്റിയത് ഇനി ആർക്കും പറ്റരുത്. ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റിയത് ആർക്കും പറ്റരുതെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞത്, ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അമ്മ ഓൾറെഡി മറ്റേത് എനിക്ക് ഞങ്ങളൊരു 2 months ഓൾറെഡി ആയപ്പോഴായിരുന്നു മിസ്കാരേജ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ പറഞ്ഞു, അല്ലേ നീ എന്തിനാ 2 months എന്നൊക്കെ പറയുമ്പോൾ, അല്ലേ തന്നെ 2 ആഴ്ചയല്ലേ ആയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അതെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായി. ഭയങ്കരമായിട്ട് അമ്മേനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കതങ്ങ് ഭയങ്കരമായിട്ട് വിഷമമായി എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് കരയാൻ തുടങ്ങി. ഇച്ചാൻ എൻ്റെ കൂടെ ഇല്ല, ഡ്യൂട്ടിയിലായിരുന്നു. ഇച്ചാനെ വിളിച്ച് പറഞ്ഞു, അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു ഞാനന്ന്. എൻ്റെ മനസ്സിൽ അന്നേരം ആരോ ഇങ്ങോട്ട് എൻ്റെ മനസ്സിലിരുന്ന് തോന്നിക്കുക, നീ എന്തിനാ കരയുന്നത്? അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്ന് കരയുന്നത്. അപ്പം എൻ്റെ മനസ്സിലാരോ ഇരുന്ന് ഇങ്ങനെ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി, നീ എന്തിനാ കരയുന്നത്? നിനക്ക് ഞാൻ തന്നിട്ട് പോയൊരമ്മയില്ലേ അവിടെ, നീ അതിനെ വിളിച്ച് നിനക്ക് അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ അമ്മയോട് പറഞ്ഞ് കരയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു ഫാത്തിമ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്. ഫാത്തിമ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ടെങ്കിലും ഞാൻ ജപമാല ഒന്നും ചൊല്ലി അങ്ങനെ പ്രാർത്ഥിക്കാത്ത ഒരാളായിരുന്നു. മാതാവിനെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ് ജപമാല ചെല്ലാൻ, ഞാനങ്ങനെ ചെല്ലാറില്ലാത്ത ഒരാളായിരുന്നു.
അപ്പം ഞാൻ ആ മാതാവിനെ, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രോട്ടോണ്ട മാതാവിനെ കെട്ടിപ്പിടിച്ചിരുന്ന് ഞാൻ കരഞ്ഞു. കരഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ ഓരോ ഞരമ്പിലും ചോര വന്ന രീതിയിൽ ഞാൻ അങ്ങനെ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ എന്നോട് ഇച്ചായി വിളിച്ച് പറഞ്ഞു, നീ പേടിക്കണ്ട, സങ്കടപ്പെടുകയൊന്നും വേണ്ട, നമുക്ക് സമയമാകുമ്പം മാതാവ് യേശോയും തരും, നീ പേടിക്കണ്ട എന്നൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി എടുത്തു ആ മാസം തന്നെ. ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നം കാണുകയാണ്. എനിക്ക് പകരം ആരോ ഇത് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് എനിക്ക് വേണ്ടി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ സാമ്പിൾ കൊടുത്ത് തന്നെ ആരോ ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുവാണ്, കൺഗ്രാജുലേഷൻസ്, പ്രഗ്നൻസി പോസിറ്റീവ് ആണ്. പക്ഷെ ഞാനത് കാര്യമാക്കിയില്ലെന്ന് മാത്രമല്ല, ഞാൻ ഇച്ചാനോട് പോലും പറഞ്ഞില്ല ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന്. കാരണം ഞാൻ വിചാരിച്ചു, എൻ്റെ മനസ്സിൽ ഞാനിതിങ്ങനെ ആലോചിച്ച് കൊണ്ട് നടിക്കുന്ന കാരണം അങ്ങനെ കണ്ട സ്വപ്നമാണെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ എന്നാലും ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്കും, ഒരു സൺഡേ ഞാൻ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വയറിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഇച്ചായ ബേബി ഓൺ ദ ബോർഡ് എന്നിങ്ങനെ ചുമ്മാ പറഞ്ഞു. അപ്പം ഇച്ചായനോട് പറഞ്ഞു, എടി സാരമില്ലടി, നീ സങ്കടപ്പെടാതെ, എനിക്കറിയാം, നമുക്ക് കിട്ടും, മാതാവ് തരും എന്നൊക്കെ, ഈശോ തരും എന്നൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കാര്യമാക്കില്ല. തിങ്കളാഴ്ച എനിക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പോയിൻമെൻറ്റിന് പോയി. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു, നീ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചാൽ. അവിടെ ഒരു റുട്ടീനാണ്, എന്ത് ചെക്കപ്പിന് നമ്മൾ ഫാമിലി ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും അവർ നമ്മളെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ല, കാരണം 1 മാസം പോലും ആകുന്നേ ഉള്ളൂ എൻ്റെ ഫസ്റ്റ് മിസ്കാരേജ് നടന്നിട്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രഗ്നൻ്റ് ആവുന്നൊരു ചിന്തയെ എൻ്റെ മനസ്സിലില്ല. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നീ സാമ്പിൾ കൊടുക്കുകയെന്ന് പറഞ്ഞു. സാമ്പിൾ കൊടുത്ത് ഞാൻ തിരിച്ച് റൂമിൽ വന്നിരുന്നപ്പോഴത്തേക്കും ഡോക്ടർ ഡോറ് തുറന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, ജോസ്ലിൻ കൺഗ്രാജുലേഷൻസ്, യു ആർ പ്രഗ്നൻ്റ് അഗെയിൻ എന്ന് പറഞ്ഞു. അമ്മ, എനിക്കറിയത്തില്ല എൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷം കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. അത്രയും സന്തോഷം വന്നു ഞങ്ങൾക്ക്. അങ്ങനെ വന്നു. ഞാൻ പുറത്തിറങ്ങി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇച്ചായോ ഞാൻ പിന്നെയും കൺസീവ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്ത് അത്ഭുതം അവിടെ നടന്നു. കാരണം 1 മാസം തികയുന്നേ ഉള്ളൂ ആദ്യത്തെ മിസ്കാരേജ് സംഭവിച്ചിട്ട്. അപ്പം എന്തായിരുന്നാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെയും ഞങ്ങൾക്ക് സന്തോഷമായി. തിരിച്ച് ഞങ്ങൾ വന്നു. ആ പ്രഗ്നൻസി ഒരു 9th വീക്ക് ആയപ്പോഴത്തേക്കും നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ ബ്ലീഡിങ്ങും കാര്യങ്ങളും. അന്ന് ഞാൻ വീട്ടിലായിരുന്നു. ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിപ്പോയി, ഇതെന്താ ചെയ്യണ്ടേ. പിന്നെ ഞാൻ തന്നെ വണ്ടി വിളിച്ച്, ഊബർ വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹസ്ബൻഡ് ഡ്യൂട്ടിയിൽ നിന്ന് നേരെ അങ്ങോട്ട് വന്നു. അവിടെ ചെന്ന് രാത്രി ആയത് കാരണം അവർ പോർട്ടബിൾ UST, ഇപ്പോൾ നഴ്സിംഗ് ഫീൽഡിലൊക്കെ നിൽക്കുന്നവർക്കറിയായിരിക്കും, ബെഡ് സൈഡിൽ അവർ കൊണ്ടുവന്ന് അവർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ജസ്റ്റേഷണൽ സാക്ക് കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ബേബിനെ കാണുന്നില്ല. ഞാൻ പിന്നെയും തകർന്നു പോയി. ദൈവമേ, നീ പിന്നെയും തിരിച്ചെടുക്കുവാണോ എന്നുള്ളത് ചോദിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു മെറ്റേണിറ്റി നേഴ്സ് ആയതുകൊണ്ട് എൻ്റെ ബ്ലഡ് റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ഇതെവിടെ എൻ്റെ HCG സ്റ്റിൽ ഹൈ ആയിരുന്നു. പിന്നെ ഇവരിങ്ങനെ പറഞ്ഞത് കാരണം എനിക്കൊരു പ്രതീക്ഷയും വെക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു ചേച്ചിയുടെ സാക്ഷ്യം, ബിൻസി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ സാക്ഷ്യം കാണുന്നത്. ആ ചേച്ചിയുടെ അനിയനെ തിരിച്ച് മരിച്ചു എന്നുള്ളിടത്തു നിന്ന് ചേച്ചിയുടെ അനിയനെ തിരിച്ച് കിട്ടിയത്. അപ്പോൾ എനിക്ക് പകുതി ജീവൻ വീണു. ഒന്നും പറ്റത്തില്ല, മാതാവ് തരും, ഈശോ തരും, ഇതിനെ ഒരു കുഴപ്പവും കൂടാതെ തരും എന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്കും പിറ്റേ ദിവസം ആ ഡോക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ വന്ന് ഇൻറ്റേർണൽ സ്കാനിങ് കൂടെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ കൊന്തയിൽ കൃപാസന മാതാവിൻ്റെ ഒരു കാശ്രൂപമാണ്, വെഞ്ചരിച്ച് നമ്മുടെ ഉടമ്പടി കാശ്രൂപമല്ല, സാധാ ഒരു കാശ്രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവർ സ്കാൻ ചെയ്തതിൻ്റെ ഇടയിൽ ഞാൻ സ്കാനിങ് മെഷീൻ്റെ സൈഡിൽ കണ്ടു. ഞാൻ നേഴ്സായതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ സ്കാനിങ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാരണം ഞാൻ ഇങ്ങനെ കണ്ടു, ഹാർട്ട് ബീറ്റ് 142 എന്നും പറഞ്ഞ് HR എന്ന് കണ്ടു. അപ്പോൾ എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്ന റിപ്പോർട്ടിൽ എന്തൊക്കെയുണ്ടായിരുന്നു, യൂട്രസിൽ അവിടെ എന്തോ ഒരു ഹെമറ്റോമ ഉണ്ടെന്നോ എന്തൊക്കെയുണ്ടായിരുന്നു, അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. എനിക്ക് ഉറപ്പായിരുന്നു, വിശ്വാസമായിരുന്നു, എനിക്ക് എൻ്റെ കൊച്ചിനെ മാതാവ് ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു തരുന്നു. അങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ ഒരു ദിവസം രാത്രി സ്വപ്നം കാണുകയാണ്. ഒരു ദിവസം, അതായത് ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ് സ്വപ്നം കാണുന്നത്, സെപ്പറേറ്റ് ആയിട്ട്. ഞാൻ സ്വപ്നം കാണുകയാണ്, എനിക്ക് ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഇപ്പുറത്ത് വേറെ ബെഡിലൊരു ചേച്ചി, അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ. അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റാഫ് വന്നിട്ട്, ഒരു നേഴ്സ് വന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു ബ്ലൂ കാർഡ് വെട്ടി ഗേൾ എന്നുള്ളൊരു കാർഡ് എനിക്ക് തരിക, ഗേൾ ബേബി ആണെന്നുള്ളൊരു കാർഡ്. അപ്പോൾ ഇവർക്ക് അന്നേരം ഒരു 10 വീക്ക് ആയതേ ഉള്ളൂ. അപ്പോൾ 10 വീക്കിൽ നമുക്ക് ജെൻഡർ അറിയാൻ പറ്റത്തില്ല പുറത്താണെങ്കിൽ കൂടി. അപ്പം ആ ഒരു 10ാമത്തെ ആഴ്ച തൊട്ട് എനിക്ക് നല്ല ഉറപ്പായിരുന്നു എൻ്റെ വയറ്റിലുള്ളത് ഒരു പെങ്കൊച്ച് തന്നെ. അത് കാരണം ഞങ്ങൾ അന്നേ തീരുമാനിച്ചു, ഇവൾ പുറത്ത് വരുമ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ പേര് മറിയം എന്നിടും, പേര് കൂട്ടിയിട്ട് ഞങ്ങൾ പേരിടത്തുള്ളൂ എന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ അവൾക്ക് റെയ്ലിൻ മറിയം അലക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കുണ്ടായിരുന്നൊരു 2ാമത്തെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ,
ഒരു എക്സാം ഉണ്ട് നഴ്സിംഗ് ഫീൽഡിൽ നിൽക്കുന്നവർക്കറിയായിരിക്കും. വൺ ഓഫ് ദി ടഫസ്റ്റ് നഴ്സിംഗിലെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഒരെണ്ണമാണ് NCLEX എന്ന് പറഞ്ഞ എക്സാം. ആ എക്സാം പാസ്സാവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം അത്രയും ടഫാണ്. അപ്പോൾ ഇവളുണ്ടായി അതിന് എലിജിബിലിറ്റി കിട്ടുക എന്നുള്ളത് ആകെ 2 വർഷത്തേക്ക് ഞാൻ നിൽക്കുന്ന പ്രൊവിൻസിൽ അവർ എലിജിബിലിറ്റി കൊടുക്കത്തുള്ളൂ. അപ്പോൾ 1 കൊല്ലം ഓൾറെഡി ഡെലിവറിയും കാര്യങ്ങളും കോംപ്ലിക്കേഷനൊക്കെ ആയിട്ട് അതങ്ങ് പോയി. പിന്നൊന്ന് ഞാൻ ഡെലിവറി കഴിഞ്ഞ് എക്സാം എഴുതാം എന്നുള്ള കാര്യത്തിൽ പ്രിപ്പയർഡായി വന്നപ്പോൾ എൻ്റെ ചെയ്തുകൊണ്ടിരുന്ന ഇരുന്നൊരു അക്കൗണ്ട് ഉണ്ട്, അത് ഇവരിങ്ങനെ ചെയ്യുന്ന നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ട് ഓൾറെഡി എക്സ്പയറി ആയി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ ഓൾറെഡി മനസ്സുകൊണ്ടൊന്ന് പ്രിപ്പയർഡായി വന്നപ്പോഴത്തേക്ക് ഇത് പോയല്ലോ എന്ന് ഓർത്തപ്പം ഇപ്പോൾ ഞാനങ്ങ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ കരഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മാതാവ് പറഞ്ഞു, നീ ഒന്ന് അവരെ വിളിച്ച് സംസാരിച്ച് നോക്കുക, അവരെന്തെങ്കിലും പറയുമോ നമുക്കറിയാമല്ലോ. അവരെ വിളിച്ച് സംസാരിച്ച് എന്തോ അവിടെ എൻ്റെ മെറിറ്റൊന്നും ഇല്ലാഞ്ഞിട്ടും ബൈ ഗോഡ് ഗ്രേസ് ആ അക്കൗണ്ട് എനിക്ക് അവർ റിക്കവറാക്കി തന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് സമയമില്ലാത്ത കാരണം ഞാൻ നാട്ടിൽ വന്നു. എക്സാമിന് പ്രിപ്പയർ ആവാൻ വേണ്ടി ഞാൻ നാട്ടിൽ വന്നതാണ്. കൊച്ചുള്ളത് കാരണം നമുക്കറിയാം, ഒരു കുഞ്ഞു കൊച്ച് 10 മാസം, അതിന് അമ്മേനെ വേണ്ട സമയമാണ്. അതിനെ ഇട്ടിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങളും ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാനും എനിക്ക് പറ്റുന്നില്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോരുത്തർ NCLEXന് പ്രിപ്പയർ ചെയ്യുന്നത് 4000 ക്വസ്റ്റ്യൻ 3000 ക്വസ്റ്റ്യനൊക്കെ ചെയ്യും. ഞാൻ വെറും 800 സംതിങ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് ഞാൻ പോയത്. കാരണം എന്നെക്കൊണ്ട് അത്രയും പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ എന്നോട് ചോദിക്കും, മോനെ അസസ്മെൻ്റൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട്, എല്ലാം കിട്ടുമോ പ്രതീക്ഷ, അവരൊക്കെ പ്രതീക്ഷ വെച്ചിട്ടിരിക്കും. അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട്. ഞാൻ ഒന്നേ അന്ന് പറഞ്ഞുള്ളൂ, അമ്മ അസസ്മെൻ്റൊക്കെ ചെയ്തിട്ട് കണക്കാ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ ഫെബ്രുവരി 6 മറ്റന്നാൾ ഞങ്ങൾ തിരിച്ചു പോവാം. ഫെബ്രുവരി 6 ഞാൻ തിരിച്ചു പോകുന്നതിന് മുന്നേ ഞാൻ 3 സാക്ഷ്യം പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ആ എക്സാം എഴുതാൻ പോയി. ഇപ്പോൾ ആ എക്സാമിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഉടമ്പടിയിലായിരുന്നു, ഞാനും ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. അപ്പം ഉപ്പിട്ട് ആ എക്സാമിൻ്റെ ഓരോ സ്റ്റെപ്പിൽ ഓരോ പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ ഉപ്പിട്ട് ഡേറ്റ് എടുത്തപ്പോൾ തൊട്ടിട്ട് എക്സാം എഴുതുന്ന സമയം വരെ ഹാളിൽ വരെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെയായിരുന്നു ഞാൻ എക്സാം എഴുതി. പക്ഷേ എന്നിട്ടും എക്സാം എഴുതി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ബാംഗ്ലൂരാണ് ഞാൻ എക്സാം എഴുതിയത്. എക്സാം എഴുതി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഭയങ്കര പാടായിരുന്നു. ഞാനാണെങ്കിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യായിരുന്നു. 2026 ജനുവരി 26 മുന്നേ എനിക്ക് NCLEX പാസ്സാവണം. ജനുവരി 26 എൻ്റെ ആദ്യ കുർബാന സ്വീകരിച്ച ദിവസമാണ്. അപ്പോൾ ആ ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അത് ആ ഡേറ്റിൽ തന്നെ എനിക്ക് പാസ്സാവണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ആ ഡേറ്റിനുള്ളിൽ പാസ്സാവണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എക്സാം പാടായിരുന്നു. തിരിച്ച് റൂമിൽ വന്നപ്പോൾ എന്നോട് എൻ്റെ ഡാഡി ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം. ഞാൻ ആദ്യം പറഞ്ഞു എന്നോടൊന്നും ചോദിക്കേണ്ട, പാടായിരുന്നു പരീക്ഷ, അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഡാഡി പറഞ്ഞു സാരമില്ല പോട്ടെ, ഇതായിരിക്കത്തില്ല നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ഡാഡി ഇങ്ങനെ പറഞ്ഞു. എന്നാലും പിന്നെ ഡാഡി ചോദിക്കുന്നുണ്ട് എത്രാമത്തെ ക്വസ്റ്റ്യനിൽ ഓഫായി. 85ാമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ കമ്പ്യൂട്ടറൊക്കെ ഓഫായി. ജയിച്ചിട്ടാണോ ഓഫായത് തോറ്റിട്ടാണോ ഓഫായതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന് തിരിച്ച് ഞാൻ എയർപോർട്ടിലിരുന്നപ്പം തിരിച്ച് വരാൻ വേണ്ടി എയർപോർട്ടിലിരുന്ന് ഞാനിങ്ങനെ ആലോചിക്കും, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, എൻ്റെ കാര്യത്തിൽ ഇതൊന്നും നടക്കത്തില്ലായിരിക്കും, ചിലപ്പം ഇതിലും വലിയ ആവശ്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ വേണ്ടവരും, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാലൊക്കെ നടക്കുകയുള്ളായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പിണങ്ങിയൊന്നുമില്ല. മാതാവിൻ്റെ അടുത്ത് പരിഭവം പറഞ്ഞില്ല. ഞാനിങ്ങനെ ഇരുന്ന് എൻ്റെ പൊട്ടബുദ്ധിയിലിരുന്ന് ആലോചിച്ചതാണ്. പക്ഷേ തിരിച്ച് ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിൽ എത്തിയപ്പം ഫ്ലൈറ്റ് മോഡിൽ നിന്ന് ഫോൺ മാറിയപ്പം എനിക്ക് മെയിൽ വരുവാണ്. 2-3 ദിവസം കഴിയേണ്ട മെയിലാണ്. അന്ന് എനിക്ക് മെയിൽ വരുവാണ്, കൺഗ്രാജുലേഷൻസ് ജോസ്ലിൻ, വി ആർ ഇൻഫോമിങ് ദാറ്റ് യു ഹാവ് പാസ് ദ NCLEX എക്സാം എന്നും പറഞ്ഞുകൊണ്ട്. അതെൻ്റെ ജീവിതത്തിൽ മറ്റൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാതെ വെറും 800 ക്വസ്റ്റ്യൻ ഈ കൊച്ചിനെ ഇട്ടിട്ട് ചെയ്തിട്ട് പോയത് മാതാവിൻ്റെ വലിയ അനുഗ്രഹവും ഉപ്പിട്ട് പ്രാർത്ഥിച്ചതും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിന് വലിയൊരു അനുഗ്രഹത്തിൽ നടന്ന ഒരു കാര്യമായിരുന്നു. 3ാമത് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വർക്ക് പെർമിറ്റ് ആദ്യം ഉണ്ടായിരുന്ന വർക്ക് പെർമിറ്റ് 2024 എക്സ്പയറി ആയി. അപ്പം അത് എക്സ്പയറി ആയി നമ്മൾ റിന്യൂ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പുതുക്കണമായിരുന്നു. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ്, ഇച്ചായൻ്റെ ലൈസൻസ് എനിക്കില്ല. ഇച്ചായൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, അത് പുതുക്കിയില്ല. ഞങ്ങൾ 2024 ആദ്യം വർക്ക് പെർമിറ്റ് എക്സ്പയറി ആയി പോയി കഴിഞ്ഞ് നമ്മളത് വെക്കുന്നതിന് മുന്നേ ഇത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാലിഡായിട്ടൊരു വർക്ക് പെർമിറ്റ് ഇല്ലാണ്ട് അവർ ലൈസൻസ് പുതുക്കി തരത്തില്ല ഒരു പ്രൊവിൻസും. അപ്പം ഞങ്ങൾക്കത് വരെങ്കിൽ, കാരണം അവിടെ ഒരു ലൈസൻസ് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് 15 മിനിറ്റ് ട്രാവൽ ചെയ്തതിൻ്റെ അടുത്ത് നമ്മൾ 2 മണിക്കൂർ ബസ്സിന് ട്രാവൽ ചെയ്തിട്ട് വേണ്ടി വരും പോകാൻ. അപ്പോൾ അത് ഇല്ലാത്ത കാര്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ ചാനോട് പറഞ്ഞു, ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലാണ്,
ഞാൻ പറഞ്ഞു ഒരു ദിവസം ചൊവ്വാഴ്ചയായിരുന്നു, അച്ഛൻ്റെ ഓൺലൈൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ കൂടിക്കൊണ്ടിരിക്കാം, ആ സമയത്ത് അച്ഛൻ പോയി അപ്ലൈ ചെയ്തിട്ട് വാ, കിട്ടിയാൽ കിട്ടട്ടെ, അത് നമുക്ക് തരും എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു. അപ്പം ആ സമയത്ത് പോയി ഞാൻ മുട്ടുകുത്തി നിന്ന് ഉടമ്പടി ധ്യാനം മുഴുവൻ കൂടി ആ 2 മണിക്കൂർ. അത് കൂടിക്കഴിഞ്ഞ് ധ്യാനം തീരുന്നതിന് മുന്നേ തന്നെ ഇച്ചായനെ വിളിച്ചു പറഞ്ഞു, നമുക്ക് എന്നെ കുട്ടാന്നാണ് ഇച്ചാൻ വിളിക്കുന്നത്, നമുക്ക് കിട്ടി, ലൈസൻസ് കിട്ടി, അതിന് 2 കൊല്ലത്തേക്ക് അവർ നീട്ടിക്കൊടുത്തു, ഒരു വാലിഡ് ആയിട്ടുള്ളൊരു വർക്ക് പെർമിറ്റ് ഇല്ലാഞ്ഞിട്ടും കൂടെ. പിന്നെ ഒരു അനുഗ്രഹം കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ലീവിന് നാട്ടിൽ വന്നപ്പോൾ തൊട്ട് എൻ്റെ വീട്ടിലെ ഗ്യാസ് മണക്കുന്നുണ്ട്, ഗ്യാസ് നന്നായിട്ട് മണക്കുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഗ്യാസ് മണക്കുന്നുണ്ട്, കുറച്ച് നാളായിട്ട് ഞാൻ 2-3 ദിവസമായിട്ട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറയാം, നിൻ്റെ മൂക്കിൻ്റെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. എൻ്റെ മൂക്കിൻ്റെ ആയിരിക്കും, പിന്നെ അല്ലെങ്കിൽ നീ അവിടുന്ന് വലിയ മണമൊന്നും ഇല്ലാണ്ട് ഇവിടെ വരുന്നതുകൊണ്ടാണ് നിനക്ക് മണം കാര്യങ്ങളൊക്കെ, എന്നെ ഇവരിങ്ങനെ കളിയാക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ ഇടവകയിലൂടെ ഇങ്ങനെ ഞങ്ങളുടെ ഫാത്തിമാതാവിൻ്റെ ഇടവകയായിരുന്നു. അപ്പം ഇടവകയിലൂടെ ഇങ്ങനെ മാതാവിൻ്റെ രൂപം ഓരോ വീടുകളിൽ കൂടെ പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ. അപ്പം അങ്ങനെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു മാതാവ് ഇരിക്കുന്നത്. ഒരു ദിവസം ഹാളിൽ ഫ്രണ്ടിലിരുന്ന മാതാവിനെ ഞാൻ കൊണ്ടുപോയി സൈഡിലോട്ട് വെച്ച്, മാതാവ് നേരെ ഫേസ് ചെയ്തിരിക്കുന്ന അടുക്കളയിലോട്ടാണ്. അത് കാരണമൊക്കെ ആണോ എന്നറിയത്തില്ല, ആ ഗ്യാസ് മണക്കുന്നത് കുറേ നാൾ അങ്ങനെ നിന്നു, ഒരു 3-4 മാസം അങ്ങനെ നിന്നു. ഒരു ദിവസം ഗ്യാസിൻ്റെ സ്റ്റൗ അങ്ങ് കേടായിപ്പോയപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണേലും നമുക്കത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ പുതിയത് മേടിച്ചതെല്ലാം കഴിഞ്ഞ് മാറ്റി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിൻ്റെ ട്യൂബ് ഉള്ളിൽ ഒടിഞ്ഞ്, ഒരു സ്ലാബിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരുമ്പോൾ ട്യൂബ് ഉള്ളിൽ ഒടിഞ്ഞിരിക്കുക. അപ്പോൾ ഞങ്ങൾ സിലിണ്ടറിൽ നിന്ന് ഓഫ് ചെയ്യുന്ന സമയം അല്ലാണ്ട് ബാക്കി സമയമൊക്കെ ഗ്യാസ് ലീക്കായിട്ടിരിക്കുക. ഈ സ്റ്റൗ കേടായ സമയത്ത് ഇത് കത്തിക്കാനുള്ള തന്ത്രപ്പാടിൽ അമ്മ ലൈറ്ററൊക്കെ എടുത്തിട്ട് കത്തിച്ചിട്ടുണ്ട്. ഇത് തീ പിടിച്ചില്ലെന്ന് നമ്മൾ അറിയാതെ നമ്മളെ സംരക്ഷിക്കുന്ന മാതാവിൻ്റെ ഈശോയുടെയും കാര്യമാണ് നമ്മൾ അന്നേരം ഞങ്ങൾ മനസ്സിലാക്കിയത്. കാരണം ഞങ്ങൾ അറിയാണ്ടിരുന്നൊരു സംഭവമാണ്, ആ ട്യൂബ് ഒടിഞ്ഞിരുന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്യാസ് ലീക്കായിക്കൊണ്ടിരിക്കുക. അത് 4 മാസമായില്ല അത് പോകാൻ തുടങ്ങിയിട്ടെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ അതിരുന്ന് അപ്പം നോക്കിയപ്പോഴാണ് മാതാവ് കറക്റ്റ്, ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന മാതാവും കറക്റ്റ് അടുക്കള ആ ഭാഗത്തോട്ടാണ് നോക്കിക്കൊണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, കണ്ടേ നമ്മൾ അറിയാണ്ട് ഇരിക്കുന്ന ഓരോ കാര്യത്തിലും നമ്മളെ സംരക്ഷിക്കുന്ന ഈശോയും മാതാവും ഉള്ളപ്പോൾ നമ്മൾ വേറെ എന്തിനാ പേടിക്കേണ്ട കാര്യം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ മാതാവും ഈശോയും ഞങ്ങളെ സംരക്ഷിച്ചു. അത് ഞങ്ങൾ പോലും ചോദിക്കാത്തൊരു കാര്യം, ഞങ്ങൾ ഉടമ്പടിയിലോ ഒന്നിലും വെക്കാത്തൊരു കാര്യം, നമ്മൾ അറിയുന്നില്ല വീട്ടിൽ ഗ്യാസ് ലീക്കാവും എന്നുള്ള കാര്യമൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം. വേറൊരു കാര്യം, നമ്മളിപ്പം അച്ഛൻ ധ്യാനത്തിൻ്റെ ഇടയിലൊക്കെ എപ്പോഴും പറയും, സമയത്തിൻ്റെ മേൽ അധികാരമുള്ളതാ മാതാവിന്, അത് കാരണം സമയ ചുരുക്കത്തിന് മാതാവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. ശരിയാണ്, കാനായിലെ കല്യാണ പേരിൽ ഈശോയുടെ സമയം ആവാനിട്ട് പോലും മാതാവ് അപേക്ഷിച്ചതിൻ്റെ പേരിൽ ഈശോ അന്നേരം അത്ഭുതം പ്രവർത്തിച്ചത്. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ PR-ന് ഫയൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫയൽ വെച്ചിരിക്കുന്ന സമയത്ത് ഇതൊരു ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 11 മാസമായിട്ട് ആ ഫയലൊന്നും അനങ്ങിയിട്ടില്ല. അപ്പം എൻ്റെ കൊച്ചിൻ്റെ മാമോസായിരുന്നു ജനുവരി 26-ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേളാങ്കണ്ണി പോയി ഒരു ഫുഡ് പോയ്സൺ അടിച്ച് ഇന്നലെ വരെ ഞാൻ കിടപ്പായി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, സാക്ഷ്യം പറയാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. പക്ഷേ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് കുഴപ്പമില്ലാണ്ട്, അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, നമുക്ക് എന്താണെങ്കിലും കൃപാസനത്തിൽ പോവാം, സാരമില്ല. ഇപ്പോൾ ഒരു 3 സാക്ഷ്യം പറയുമെന്നാണ് ഞാൻ നേർന്നിരുന്നത്. ഒന്ന് എൻ്റെ കുഞ്ഞുണ്ടായത്, പിന്നെ NCLEX പാസ്സായതിൻ്റെ, അതായിരുന്നു എൻ്റെ മെയിൻ കാര്യങ്ങൾ. പിന്നെ ഞങ്ങളുടെ PR-ൻ്റെ ഫയൽ അവർക്ക് കിട്ടി, AOR വരും, അത് പറയും എന്നുള്ള സാക്ഷ്യമായിരുന്നു ഞാനിങ്ങനെ മനസ്സിൽ നേർന്നിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു സാരമില്ല, ജനുവരി 30 ഞങ്ങൾ വർക്ക് പെർമിറ്റ് ഒന്നുകൂടെ എക്സ്റ്റൻഷന് കൊടുത്തായിരുന്നു, ഈ കഴിഞ്ഞ ജനുവരി 30-ന്. അപ്പം അത് പറയാം എന്നൊക്കെ വിചാരിച്ച് എന്താണേലും മാതാവ് തരും, ഇച്ചിരി സമയം വൈകിയാലും തരും എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ ഇരുന്നു. ഇന്നലെ എൻ്റെ കുഞ്ഞിന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവൾക്ക് എക്സീമയുണ്ട്. അപ്പം വെയിലും കാര്യങ്ങളും ചൂടും കുറച്ച് പ്രശ്നമായിട്ട് ഞങ്ങൾ റൂം വന്ന് എടുത്ത് ബുക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇവിടെ വിളിച്ച് ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ റൂം വിളിച്ച് ബുക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഫുഡ് കഴിച്ച് നേരത്തെ കിടക്കാം, നേരത്തെ വെളുപ്പിനൊന്നും പോരാന്നൊക്കെ കരുതി. സമയം 10 മണിയായപ്പോൾ ഞങ്ങൾ പ്രോസസ്സ് ചെയ്ത ചേട്ടൻ ഞങ്ങളെ വിളിച്ച് പറയാണ്, നിങ്ങളുടെ AOR വന്നു. AOR മാത്രമല്ല ബയോമെട്രിക്സ്. ഞാൻ അമ്മയോട് പറഞ്ഞ പോലെ തന്നെ ഞാൻ 3 സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ വന്ന് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പിടിക്കാൻ കിട്ടിയതും മാതാവിനെ. അങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ പെരുമഴ തന്നെ ജപമാല പോലും ചെല്ലാത്ത എനിക്ക് മാതാവ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ കിട്ടും, അതെൻ്റെ വിശ്വാസമാണ്. പിന്നെ ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് തന്നെ ആ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് ജപമാല ചെല്ലാം എന്നുള്ളൊരു, എൻ്റെ അമ്മ ജപമാല ചൊല്ലിയിട്ടാണ് ലാസ്റ്റ് സന്ധ്യാപ്രാർത്ഥനയ്ക്കുള്ളിൽ അതിൻ്റെ ലാസ്റ്റത്തെ സായന പ്രാർത്ഥന ഉടമ്പടിയുടെ ചെല്ലുന്ന ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വിചാരം ഉടമ്പടി എടുത്താൽ ജപമാല നിർബന്ധമായിട്ടും ചെല്ലണം എന്നായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് തന്നെ, ജപമാല ചൊല്ലാൻ വേണ്ടിയിട്ട്.
അപ്പം പിന്നെ എനിക്ക് ജപമാലയായിട്ട് എൻ്റെ ഇടവകയിലുള്ള ഞാൻ ഫാത്തിമ മാതാവിൻ്റെ ഇടവകയാണ്. ഫാത്തിമ മാതാവ് മെയ് 13 പ്രത്യക്ഷപ്പെട്ട അന്ന് മെയ് 13 എൻ്റെ ബർത്ത്ഡേ. അപ്പം അങ്ങനെയൊക്കെ ജപമാലയായിട്ട് കുറേ കണക്ഷൻ ഉണ്ടായിട്ട് പോലും ഞാൻ ചെല്ലാത്ത ഒരാളായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ അത് എന്നും ഒരു ഇതായിട്ട് കിടക്കുമായിരുന്നു, ഞാൻ എന്താ ജപമാല ചെല്ലാത്തത്, മാതാവിന് ഇഷ്ടമില്ലാന്ന് ചെല്ലട്ടോ, അങ്ങനെ ആരും വിചാരിച്ചേക്കരുത്. ഭയങ്കര ഇഷ്ടമാണ്, ഈശോനെ ഇഷ്ടം. ഞാൻ ഫുൾ ഈശോ ആയിട്ട് ഡയറക്റ്റ് ഡീലിംഗ് ആയിരുന്നു. എനിക്ക് ഈശോ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇപ്പോഴും അങ്ങനെ ഈശോ ആണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അങ്ങനെയല്ല, ഞാൻ ഈശോ ആയിട്ട് ഡയറക്റ്റ് പറയാം. മാതാവ് വഴി അങ്ങനെ പറയുന്ന ഒരു പരിപാടി എനിക്കില്ലായിരുന്നു. പക്ഷെ എന്നാലും അത് മാതാവ് വഴി പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ അമ്മ പറഞ്ഞാൽ മകന് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സംഭവം പിന്നെ എനിക്ക് മനസ്സിലായി. അത് കാരണം ഞാനിപ്പം ജപമാല ചെല്ലുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഉടമ്പടി ജീവിതത്തിലൂടെ തന്നെ എനിക്ക് കുറേ ആത്മീയ കാര്യങ്ങൾ നടന്ന ഒരു വലിയ കാര്യമാണ് ജപമാല. അതുപോലെ തന്നെ ഇത് വെച്ച് ഞാൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ പ്രാർത്ഥിച്ച ഒരു കാര്യം പോലും കുറച്ചൊക്കെ വൈകിയിട്ടുണ്ടെങ്കിലും വൈകിയതിൽ എനിക്ക് ഒരു പരാതി ഇല്ലാത്ത ഒരാളാണ്. എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം അപ്പം തന്നെ സാധിച്ചു കിട്ടണം അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല ഞാൻ. എൻ്റെ കാര്യം അവർ പരിഗണിക്കുന്നുണ്ട് എന്ന് എനിക്ക് എവിടെയെങ്കിലും ഒരു തെളിവ് അത്രയും കിട്ടിയാൽ മതി. ഇത് നടന്നാലും നടന്നില്ലെങ്കിലും ഈശോയും മാതാവ് എന്നെ കാണുന്നുണ്ട് എന്നുള്ളൊരു പരിഗണന കിട്ടുന്ന അത്രയുള്ളൊരാഗ്രഹമുള്ളൂ എനിക്ക്. അപ്പോൾ ഇത് ഇന്നത് നടക്കണം എന്നുള്ള അങ്ങനെയൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആഗ്രഹങ്ങളൊക്കെ വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്വർഗം തുറന്ന് സ്വന്തം മോനെ തന്നൊരപ്പൻ, സ്വന്തം മോൻ കൺമുന്നിൽ കിടന്ന് ചാട്ടയടി ഏറ്റിട്ടും ഒരു പരാതിയും കൂടാതെ മകനെ തന്ന ഒരമ്മയുണ്ട്. നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ സംരക്ഷണത്തിനൊക്കെ മാധ്യസ്ഥം വഹിക്കുന്ന ഒരമ്മ. നമ്മുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ ഒരു തെറ്റും ചെയ്യാണ്ട് മരിച്ചവരുമായി നമുക്കിതിൽ കൂടുതൽ എന്താ വേണ്ട? ഈശോ നമ്മുടെ കൂടെയുണ്ട്, മാതാവ് നമ്മുടെ കൂടെയുണ്ട്. പിന്നെ എനിക്ക് കാരുണ്യപ്രവൃത്തി ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ കാനഡയിലായിരുന്ന കാരണം ഈ ഫുഡ് കൊണ്ടുപോയി കൊടുക്കൽ അങ്ങനെയൊക്കെ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. നമുക്കറിയത്തില്ല ആൾക്കാർക്ക് എന്തൊക്കെ ഫുഡ് അലർജിയും കാര്യങ്ങളൊക്കെ. ഇപ്പം ഒരു മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ കൊടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ കോൺസിക്വൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാരുണ്യപ്രവൃത്തി ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ പൈസ കൊടുക്കാനും നമുക്ക് പറ്റത്തില്ല. കാനഡയിലൊക്കെ ഡ്രഗ് ലീഗലായത് കാരണം അവരത് മിസ്യൂസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ചെയ്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മുന്നിൽ ഒന്ന് സങ്കടത്തോടെ ഇരിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഒരു സ്വർഗസ്നായുധാവിയും നന്മ പറഞ്ഞറിയുമ്പോൾ ചെല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നവരായിരിക്കും മിക്കവരും. അതിലൊത്തിരി പേര് സഹായം അഭ്യർത്ഥിച്ച് ഓരോ കുഞ്ഞുങ്ങളുടെ ട്രീറ്റ്മെൻറ്റിനും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ അങ്ങ് ചെയ്യുമായിരുന്നു. പിന്നെ പ്രേക്ഷിതവേല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൃപാസനത്തിലെ പത്രം ഓൺലൈനായിട്ട് ഷെയർ ചെയ്യും. ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനങ്ങളും ടോക്കുകളും അങ്ങനെ ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു മീഡിയ വഴി. പിന്നെ ഇങ്ങനെ അറിയാത്തവർക്കും അറിഞ്ഞവർക്കും എനിക്ക് കിട്ടുന്ന സാക്ഷിയൊക്കെ ഞാൻ പിടിച്ചിരുത്തി പറയുമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരുടെ അടുത്ത്, വീട്ടിൽ കുറച്ച് വിശ്വാസമായിട്ട് പുറകോട്ട് നിൽക്കുന്നവരുടെ അടുത്ത് ഞാൻ പിടിച്ചിരുത്തി എനിക്ക് കിട്ടിയ സാക്ഷ്യം പറഞ്ഞാൽ അവരെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാനൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത ജീവിതം നടന്നത്. ഇന്നിപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈശോയുടെയും മാതാവിൻ്റെയും ഒരുപാട് അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടക്കട്ടെ. നടന്നില്ലെങ്കിൽ ആരും വിഷമിക്കരുത്. അത് നിങ്ങൾ കാണാതെ പോയ എന്തോ ഒരു കാര്യത്തിലുള്ള സംരക്ഷണമായിട്ട് മാത്രം കരുതുക. അത്രയേ ഉള്ളൂ. നന്ദി. മക്കബായർക്ക് എഴുതിയ 2-ാം പുസ്തകം 3-ാം അധ്യായം 30-ാം തിരുവചനം. അല്പസമയം മുൻപ് വരെ പരിഭ്രമവും അസ്വസ്ഥതയും മുറ്റിനിന്ന ദേവാലയത്തിൽ സർവശക്തനായ കർത്താവ് പ്രത്യക്ഷീഭവിച്ചതിനാൽ ആഹ്ലാദം തലതല്ലി. ജോസ്ലിൻ അലക്സ് എന്ന ഈ മകൾ തൻ്റെ ബേബിയുമായി വന്ന് ജീവിത പങ്കാളിയോടും കുഞ്ഞിനോടുമൊപ്പം വന്ന് വളരെ ആഹ്ലാദം തിരതല്ലുന്ന ഒരു അനുഭവത്തോടു കൂടിയാണ് ഈ സാക്ഷ്യം ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഈ മകൾ ഓൺലൈൻ ഉടമ്പടിയെടുത്ത് ഇന്നാണ് അവർ ഇവിടുത്തെ തീർത്ഥാടക ഉടമ്പടിയെടുത്ത് സാക്ഷ്യം പറയാനായി ഇവിടേക്ക് കയറി വന്നത്. എത്ര തന്നെ അസ്വസ്ഥതകളിലൂടെ കടന്നുപോയാലും എനിക്ക് ഈശോയോടുള്ള നന്ദി ഇവിടെ രേഖപ്പെടുത്തണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മ തന്നെ ആ ആഗ്രഹത്തെ നിറവേറ്റി കൊടുക്കുന്ന, ഈശോയ്ക്ക് സാക്ഷി നൽകുന്ന ഒരു വലിയ ജീവിതാനുഭവമാണ് മകളിവിടെ പങ്കുവച്ചത്. ഇവരുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി യൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മ ഇന്നും നമുക്ക് വേണ്ടി ജീവനോടെ നമ്മോട് കൂടെ സഞ്ചരിച്ചുകൊണ്ട് എല്ലാവരുടെയും ജീവിതാവശ്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഈ മകൾക്ക് ഇവിടെ ഏറ്റുപറയാനുള്ളത്.
ജോസഫ് അച്ഛൻ നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്, 30 മേനി ഫലം കൊയ്യുന്നവരും 60 മേനി ഫലം കൊയ്യുന്നവരും 100 മേനി ഫലം കൊയ്യുന്നവരും. ഇതിൽ 60 മേനി ഫലം കൊയ്യുന്നവരെ കുറിച്ചാണ് അച്ഛൻ എപ്പോഴും പറയാറുള്ളത്. അവർ ഇങ്ങനെയാണ്, തങ്ങൾക്ക് ലഭിക്കാനുള്ളത് ഈശോ എന്തു തന്നെയായാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് തരിക തന്നെ ചെയ്യും. 100 മേനി എന്ന് പറയുന്നത് എനിക്കിനി ഒന്നും ആവശ്യമില്ല, എനിക്ക് ഈശോ മാത്രം മതി എന്ന അമ്മയോട് പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. 30 മേനി എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസമുണ്ട്, വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ്. അങ്ങനെ നാം നമ്മുടെ അസസ്മെൻറ്റ് നടത്തുമ്പോൾ ഇവിടെ ജോസലിന് പറയാനുള്ളത്, ഞാനൊരു 60 മേനിയോളം കൊയ്തെടുത്തിട്ടുണ്ട്, എന്നോടൊപ്പം ഈശോ എപ്പോഴുമുണ്ട്. പരിശുദ്ധ അമ്മ, കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന ഒരമ്മ, അത് രക്തത്തിൽ ചവിട്ടി നിന്ന ഒരമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വലിയ സന്ദേശമാണ് കൈമാറുന്നത്. എപ്പോഴും തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ സ്വപ്നദർശനത്തിലൂടെ നൽകുന്നു. നമ്മുടെ ഒരു ഉടമ്പടി കണ്ടൻറ്റിൻ്റെ ഒരു വലിയ അടിസ്ഥാനം കൂടിയാണ്. നമുക്ക് സ്വപ്ന ദർശനങ്ങളിലൂടെ നമ്മളോടുള്ള കാര്യങ്ങൾ മുന്നറിയിപ്പിലൂടെ അമ്മ നമ്മെ അറിയിക്കും. അത് പെൺകുഞ്ഞുണ്ടാകാൻ പോകുന്നുവെന്ന്, കുഞ്ഞിന് രൂപം നൽകുന്നതിന് മുൻപ് തന്നെ, ഉദരത്തിൽ രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ 10 ദിവസത്തെ വളർച്ചയിൽ തന്നെ മകൾക്ക് അതൊരു പെൺകുഞ്ഞാണെന്ന് പരിശുദ്ധ അമ്മ മകൾക്ക് അറിയിച്ചു കൊടുത്തു. അതുപോലെ ഇവരുടെ ഒരു വലിയ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാംസ് എൻക്ലക്സാറിന് വേണ്ടി മകളെ പരിശീലിപ്പിച്ച്, അതൊട്ടും തന്നെ യോഗ്യതയില്ലാത്തതാണ്, വളരെ കൃപയോടുകൂടി പരീക്ഷ എഴുതാൻ 4000 ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ചിരിക്കേണ്ട സമയത്ത് മകൾ പ്രിപ്പയർ ചെയ്തത് ഓൺലി 800 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ പരിശുദ്ധ അമ്മ യാതൊരു യോഗ്യതയുടെ കണിക പോലുമില്ലാതെ മകൾക്ക് വളരെ വലിയൊരു സമ്മാനമായിട്ടാണ് ആ വിജയം നൽകിയതെന്ന് മകൾ ഏറ്റു പറയുന്നു. അതുപോലെ തന്നെ ഈശോയോടുള്ള വലിയ സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് ജനുവരി 26 അവർക്ക് ലഭിച്ചിട്ടുള്ള ബയോമെട്രിക്സ് എന്ന വലിയ ഒരു സമ്മാനം. ഇവിടെ ആ 3 സാക്ഷ്യങ്ങളും ഏറ്റു പറയണമായിരുന്നു. അത് 3നും ഈശോ അവർക്ക് അനുവാദം നൽകിയിരിക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മെ മേലങ്കിയിൽ കാത്ത് പരിപാലിക്കുന്നതിൻ്റെ വലിയ അടയാളമാണ്. ഇവരുടെ വീട്ടിലെ 6 മാസത്തോളം ഗ്യാസ് ലീക്ക് ചെയ്തപ്പോൾ, ഗ്യാസ് സിലിണ്ടർ ലീക്ക് ചെയ്തിരുന്നിട്ടും അവരുടെ സംരക്ഷണം നമുക്കറിയാം. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ സാഹചര്യങ്ങളിലും നമ്മൾ വർക്കിംഗ് ഏരിയയിലും എല്ലാം നമുക്ക് എപ്പോഴും പരിശുദ്ധ അമ്മ, നമുക്ക് എത്ര തന്നെ അപകടമുണ്ടായാലും അമ്മ നമ്മെ ഈശോയിലേക്ക് കൈമാറുന്ന ഒരു വലിയ അനുഭവങ്ങൾ നമുക്കുണ്ടാകും. നമുക്കെപ്പോഴും അതുകൊണ്ട് ജീവിതത്തിലേക്ക് നോക്കി നമുക്കെപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. 2024 ഇവരുടെ വർക്ക് പെർമിറ്റും ഡ്രൈവിംഗ് ലൈസൻസും. നമുക്കെപ്പോഴും വർക്ക് പെർമിറ്റ് കിട്ടുന്നത്, എപ്പോഴും ഡ്രൈവിംഗ് ലൈസൻസ് തരുന്നത് വർക്ക് പെർമിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇത് രണ്ടും നഷ്ടപ്പെടുന്ന, അവസാനിക്കുന്ന, എക്സ്പയർ ആവുന്ന അവസരത്തിൽ ഇവർക്ക് വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ, ഒരു നൈറ്റിൽ ഇവർക്ക് 10 മണിക്ക് തന്നെ നാളെ സാക്ഷ്യം പറയണം. അതിനുവേണ്ടി മകളെ ഒരുക്കുകയായിരുന്നു. നമ്മുടെ വിശ്വാസ കൈമാറ്റത്തിന് വേണ്ടി നമുക്ക് ഈശോ ഒരുക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന, ഇതെൻ്റെ ഹസ്ബൻഡ് ജോബിൻസ്, ഇത് ഞങ്ങളുടെ 3ാമത്തെ കുഞ്ഞ് എമ്മ, ഇത് എൻ്റെ മമ്മി മോളി. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ബാംഗ്ലൂർ ഫിലിപ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു പരിശുദ്ധ അമ്മ വഴി ഈശോ ചെയ്ത വലിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയുവാനാണ് ഞങ്ങളിന്നിവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് പറയുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 7, 2024 ആദ്യം ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ഉടമ്പടി എടുക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്, ഞങ്ങൾ യൂട്യൂബിൽ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേൾക്കുവാനിടയായി. അങ്ങനെ 2-3 സാക്ഷ്യം കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് പ്രത്യേക നിയോഗങ്ങളോ ആവശ്യങ്ങളോ ഒന്നും വയ്ക്കുവാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയോ അല്ല ഞങ്ങൾ വന്നത്. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ഞങ്ങൾ ആദ്യമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെല്ലാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒരു വലിയ ഒരു സാന്നിധ്യവും അനുഭവം ഉണ്ടായത്, ഒരിക്കൽ ഒരു സന്ധ്യാസമയമൊക്കെ ആയപ്പോഴത്തേക്ക് റൂമിൽ ഇങ്ങനെ നിറയെ മഞ്ഞ് നിറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയുണ്ടായി. പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായില്ല. എല്ലാ റൂമിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓർത്തു ഇത് എന്തായിരിക്കും ഇങ്ങനെയെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായില്ല. അതിനുശേഷം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു സാക്ഷ്യം വീണ്ടും കേൾക്കാനിടയായി. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഒരു ചേച്ചി പറയുന്നുണ്ട്, ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ചേച്ചി തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ
ആ ചേച്ചിക്ക് മഞ്ഞ് നിറഞ്ഞ പോലത്തെ ഒരു അനുഭവം, അത് മാതാവിൻ്റെ ഒരു വലിയ സാന്നിധ്യമായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ കൂടെയും മാതാവ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ ഒക്ടോബർ 7-ാം തീയതി ആണ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ 2ാമത്തെ പ്രഗ്നൻസിയിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. എൻ്റേത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ കുഞ്ഞ് ഓപ്പോസിറ്റീവ് ആയിരുന്നു. അപ്പം RH ഇൻകോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് എൻ്റെ ബ്ലഡിൽ ഒരു ആൻറ്റിബോഡി ഡെവലപ്പായിട്ട് കുഞ്ഞിൻ്റെ RBCനെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു അത്. അപ്പോൾ 8ാമത്തെ മാസമൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞ് വയറ്റ് വെച്ച് തന്നെ അനീമിക്കായി തുടങ്ങി. അപ്പം 8ാമത്തെ മാസം ഡെലിവറി ആയപ്പോൾ തന്നെ കുഞ്ഞിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ ചെയ്തു. 2 പ്രാവശ്യം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു. പിന്നെ ഡോക്ടർ അമൃതയിലേക്ക് റെഫർ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കൊരു പേടിയായിരുന്നു, വല്ലാണ്ടൊരു ഭയമൊക്കെ ഞങ്ങൾക്ക് ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടിയിലായിരുന്നില്ല. അതിനുശേഷം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, അപ്പോൾ 2ാമത്തെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ ഈ നെഗറ്റീവ് ബ്ലഡുള്ള മദേഴ്സിന് ഇങ്ങനത്തെ ഇഷ്യൂ വരുന്നതാണ്. പക്ഷേ 2ാമത്തെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ 8th മന്തിൽ വന്നതുകൊണ്ട് ഇനിയൊരു പ്രഗ്നൻസി ഡിഫിക്കൽട്ടാണ്. ഇനിയൊരു പ്രഗ്നൻസി വരുമ്പം കുഞ്ഞ് കുറച്ചും കൂടി നേരത്തെ അനീമിക്കാവും. അപ്പോൾ നമുക്ക് വയറ്റിൽ വെച്ച് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വിഷമമായി. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ പിന്നീട് ഉടമ്പടി 2-3 വർഷത്തിന് ശേഷമാണ് പിന്നീട് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർ ഒരു ധ്യാനത്തിന് കൂടിയപ്പോൾ ഒരു ബ്രദർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈശോ ഒരു കുഞ്ഞിനെയും കൂടി തരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഇഷ്യൂവും പ്രോബ്ലം ഒക്കെ ഞങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വന്നു. പക്ഷേ ഈശോ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം ഞങ്ങളത് ഉറച്ച് വിശ്വസിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭയവും ടെൻഷനും ഒക്കെ പോയി. 2ാമത്തെ പ്രഗ്നൻസി ഞങ്ങൾ ഒത്തിരി പേടിച്ചായിരുന്നു കുഞ്ഞിൻ്റെ കാര്യത്തിൽ. പക്ഷേ ആ പേടി, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്ക് 3ാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കാനോ ഒരു ഭയമൊന്നും ഉണ്ടായില്ല. കാരണം പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ജീവിതം ആരംഭിച്ചു. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി, പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളും ചെയ്തു പോന്നു. എൻ്റെ പ്രഗ്നൻസിയുടെ സമയത്ത് രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷവും വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷവും ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ ഡോക്ടർ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും സ്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാനിങ്ങിന് പോകുമ്പോഴും എല്ലാം ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ എൻ്റെ സ്കാൻ റിപ്പോർട്ട്സും എല്ലാം ഞാൻ കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഓരോ സ്കാനിന് പോകുമ്പോഴും കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. ഈ കുഞ്ഞ്, എൻ്റെ 2ാമത്തെ കുഞ്ഞ് 8ാമത്തെ മാസത്തിലാണ് ഇങ്ങനെ ചെറിയ രീതിയിൽ അനീമിക്കാൻ തുടങ്ങിയത്. പക്ഷേ 3ാമത്തെ കുഞ്ഞിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ 33ാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ജീന ചിലപ്പം കുഞ്ഞ് O നെഗറ്റീവ് തന്നെ ആയിരിക്കും, എൻ്റെ അതേ ഗ്രൂപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ സെയിം ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെ ഒരു റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തു ശരിയായിരിക്കും, ഈശോ ഞങ്ങൾക്ക് നെഗറ്റീവ് ബ്ലഡുള്ള ഒരു കുഞ്ഞിനെ ആയിരിക്കും തന്നത്, ഒരു പ്രോബ്ലം ഉണ്ടാകാതിരിക്കാൻ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ 35ാമത്തെ ആഴ്ച ഞാൻ നാട്ടിൽ ഡെലിവറി ഇവിടെയായിരുന്നു. അപ്പം നാട്ടിൽ വന്നപ്പോൾ ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു, 2ാമത്തെ പ്രഗ്നൻസിയിൽ ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ എന്തിനാണ് 3ാമത്തേതും, അത് ഒന്നും കൂടെ റിസ്ക് അല്ലേ എന്നൊക്കെ ചോദിച്ചു. ഡോക്ടറും പറഞ്ഞു മിക്കവാറും കുഞ്ഞ് O നെഗറ്റീവ് തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ് റിയാക്ഷൻ ഉണ്ടാകാത്തതെന്ന്. അങ്ങനെ 37ാമത്തെ ആഴ്ച 9ാമത്തെ മാസത്തിൽ തന്നെയാണ് എൻ്റെ 3ാമത്തെ ഞങ്ങളുടെ മോളുണ്ടാകുന്നത്. ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത നോർമൽ ഡെലിവറിയിലാണ് കുഞ്ഞുണ്ടായത്. കുഞ്ഞ് വളരെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടായത്. കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവ് ആണ്. അപ്പം ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടിയപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഡോക്ടർ പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞ് O നെഗറ്റീവ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഈ കുഞ്ഞ് O പോസിറ്റീവ് ആകുവാണെങ്കിൽ ഇത് ഈശോയുടെ വലിയൊരു പ്രവൃത്തിയാണ്. എനിക്ക് ഈശോയെ കൂടുതൽ ഈ അൾത്താരയിൽ വന്ന് മഹത്വപ്പെടുത്താൻ പറ്റും എന്ന് ഞാൻ വെറുതെ അമ്മയോട് പറഞ്ഞതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചൊന്നുമില്ല, അങ്ങനെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് O പോസിറ്റീവാണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞിൻ്റെ DCT ടെസ്റ്റ് ചെയ്തപ്പം അത് പോസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിലെ ബ്ലഡിലെ ആൻറ്റിബോഡി കുഞ്ഞിൻ്റെ ബ്ലഡിലും ഉണ്ട്, പക്ഷേ റിയാക്ഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ ഞങ്ങളുടെ കുഞ്ഞിനെ ഈശോ ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് തന്നു. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു.
അതുപോലെ തന്നെ ഡെലിവറിയുടെ സമയത്താണെങ്കിലും ഉടമ്പടി കാശ് രൂപം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ അത് അനുവദിക്കുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ അഡ്മിറ്റായ സമയത്ത് എൻ്റെ കഴുത്തിലൊരു ബന്ധിങ്ങത്തിൽ ഉടമ്പടി കാശ് രൂപം ഞാൻ പിൻ ചെയ്ത് വെച്ചു. അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഡെലിവറി ഒന്നും എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. എല്ലാം ഡെലിവറിക്ക് ശേഷം പിന്നെ കുഞ്ഞ് DCT പോസിറ്റീവ് ആയതുകൊണ്ട് ആൻറ്റിബോഡി റിയാക്ഷൻ ചെറുതായിട്ട് അതിന് ശേഷം ഉണ്ടായി. പക്ഷേ അതൊന്നും കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാം സോൾവായി. ഞങ്ങളുടെ പൂർണ്ണ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ 3ാമത്തെ കുഞ്ഞിനെ ലഭിച്ചു. 3ാമത്തെ കുഞ്ഞ് വയറ്റി വെച്ച് തന്നെ പ്രോബ്ലം ആയിരിക്കുമെന്ന് പറഞ്ഞ സമയത്ത് ഒരു കുഴപ്പവും കൂടാതെ ഈശോ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് 3ാമത്തെ ഞങ്ങളുടെ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് എമ്മ എന്നാണ്. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡ് ജോലിയുടെ ഒരു സാക്ഷ്യമാണ്. അത് ഹസ്ബൻഡ് പറയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോബിൻസ്. ഞാൻ ഫിലിപ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ജോലിയുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സ്ട്രെസ്സുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നിനും സമയം കിട്ടാറില്ല, എപ്പോഴും സ്ട്രെസ്സായിരിക്കും, എപ്പോഴും എസ്കലേഷൻസ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സ്ട്രെസ് അത്ര അനുഭവപ്പെട്ടിട്ടില്ല. എപ്പോഴും ഒരാൾ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്നൊരു തോന്നലാണ് എനിക്ക് എപ്പോഴും. എങ്ങോട്ട് പോകുമ്പോഴും ഓഡിറ്റുകളും എപ്പോഴും വന്നു കഴിഞ്ഞാലും ഇങ്ങനെ മുമ്പൊക്കെ ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരാൾ എപ്പോഴും കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം കൂടെ ഉണ്ട്. പിന്നെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും കർത്താവുണ്ടല്ലോ എന്നൊരു ആത്മവിശ്വാസം എപ്പോഴും വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഈ ജോലിയെ സമയം കിട്ടാത്തത് കാരണം ഞാൻ ഈശോയോട് പറഞ്ഞിരുന്നു എനിക്കൊരു ജോലിയിലൊരു മാറ്റം വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തരുന്നത്. അപ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എൻ്റെ മാനേജർ എന്നോട് പറയും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി പിന്നെയും ഓപ്പൺ ആയിട്ടുണ്ട്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യും. അത് ഒരു എഫേർട്ടും ഇല്ലാതെ അത് എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് കിട്ടാനുള്ള സാഹചര്യം, അത് വർക്ക് ചെയ്ത ഒരാൾ ഒരു ഇയർലി റിട്ടയർമെൻ്റ് എടുത്തു. അങ്ങനെ ദൈവം എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി. അപ്പോൾ ഞാനിപ്പോൾ സർവീസ് ഇന്നോവേഷനിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ നേരം പ്രാർത്ഥിക്കുവാനും ഒക്കെ എനിക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ എനിക്കിതെല്ലാം ചെയ്യാൻ സാധിച്ചത് ദൈവകൃപയാലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 3ാമതായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വീടിൻ്റെ അങ്ങോട്ടൊരു റോഡ് ടാർ ചെയ്യാനായിട്ട് ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈശോ അത് സാധിച്ചു തന്നു. പക്ഷേ അന്ന് ടാർ ചെയ്ത് കഴിഞ്ഞ് കാലാവസ്ഥ ഒരല്പം പ്രതികൂലമായിട്ടാണ് വന്നത്. പക്ഷേ അന്ന് രാവിലത്തെ ഡെയിലി ബ്രെഡ് കൂടിയപ്പം ജോസഫ് അച്ഛൻ പറഞ്ഞു ഇന്നത്തെ റോഡ് പണിയും അതിനുണ്ടാകുന്ന കാലാവസ്ഥ പ്രതികൂല സാഹചര്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എന്തായാലും ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ വിശ്വസിച്ചു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് മഴക്കാറ് കയറി. ഇപ്പോൾ തന്നെ മഴ പെയ്യും എന്നുള്ളൊരവസ്ഥയായി, ഒരുപാട് മൂടിക്കെട്ടിയൊരവസ്ഥ. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു തുള്ളി മഴ പോലും അന്ന് പെയ്തില്ല. പക്ഷേ ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത് മാത്രമേ പെയ്യാത്തേ ഉള്ളൂ. ചുറ്റും ഉള്ള സ്ഥലങ്ങളിലെല്ലാം മഴ പെയ്തു, നല്ല ശക്തമായിട്ട് മഴ പെയ്തു. പക്ഷേ ഞങ്ങളുടെ ആ ഒരു ഭാഗത്ത് മാത്രം മഴ പെയ്തില്ല. ഞങ്ങൾക്കതൊരു വലിയ അത്ഭുതമാണ്, മാതാവിൻ്റെ വലിയൊരു അനുഭവമാണ് ഞങ്ങൾക്കത്. പിന്നെ ഞങ്ങൾക്കുള്ള ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈശോയോട് ചോദിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. സ്വന്തമായിട്ടൊരു തീരുമാനം ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാനിപ്പോൾ അറിയത്തില്ല. എല്ലാം ഈശോയോട് ചോദിച്ച് ചെയ്യും. ഞങ്ങൾ പ്രാർത്ഥിച്ച് വചനം എടുക്കുമ്പോൾ ഈശോ ഞങ്ങളെ കൃത്യമായിട്ടുള്ള വചനങ്ങൾ തന്ന് മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. കുഞ്ഞു കാര്യങ്ങൾ പോലും ഈശോയോട് ചോദിച്ച് ചെയ്യാറുള്ളൂ. അത് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടമായിരിക്കില്ല ഈശോയുടെ ഇഷ്ടം, പക്ഷേ ഈശോയുടെ ഇഷ്ടത്തിന് ഞങ്ങളങ്ങ് വിട്ടുകൊടുക്കും. അതെല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചിട്ടുമുണ്ട്. പിന്നെ ആത്മീയമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 ആഴ്ച കൂടുമ്പം മുടങ്ങാതെ കുമ്പസാരിക്കാറുണ്ട്. നേരത്തെ ഉടമ്പടി ജീവിതത്തിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പസാരം ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനെയൊക്കെയുള്ള സമയത്താണ് കുമ്പസാരിക്കുന്നത്. പക്ഷേ അതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയൊന്നുമില്ല, അനുതാപമൊന്നും ഇല്ലാതെ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം 3 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കും. ഞങ്ങളുടെ മക്കളെയും കൂട്ടി ഞങ്ങൾ പോകും. എന്നിട്ട് ഇപ്പം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പം ഈശോനെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റാണെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം കുർബാന സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. അത് വലിയൊരു തെറ്റാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി കുമ്പസാരിച്ചിട്ട് ആ പാപം ഏറ്റു പറഞ്ഞ് അനുദപിച്ച ശേഷം മാത്രമേ ഞങ്ങൾ കുർബാന സ്വീകരിക്കാറുള്ളൂ.
പിന്നെ ആത്മീയമായിട്ടുള്ള മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലാണെങ്കിലും ഇപ്പോൾ ഈശോയെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഈശോ അങ്ങനെ ചെയ്തു, ഈശോ ഇങ്ങനെ ചെയ്തു, ഈശോ അങ്ങനെ നമ്മളെ അനുഗ്രഹിച്ചല്ലോ, അങ്ങനെ ചെയ്തല്ലോ. അപ്പോൾ ഈശോയോടുള്ള സ്നേഹം ഞങ്ങൾക്ക് ഒരുപാട് കൂടി. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ബാംഗ്ലൂർ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു സിംഗിൾ പേരൻ്റ് ആയിട്ടുള്ള കുട്ടികളെ നോക്കുന്ന ഒരു ഹോമുണ്ട്. 10 കുട്ടികളെ നോക്കുന്ന ഒരു സിസ്റ്റർ നടത്തുന്നതാണ്. അപ്പം ഞങ്ങൾ അവിടേക്ക് എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്കത്തെ ഒരു നേരത്തെ കറി ഉണ്ടാക്കി കൊടുക്കും. അത് ഞങ്ങൾ ഇന്നും മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസമാണെങ്കിൽ ഞങ്ങൾ അതിന് ആവശ്യമായിട്ടുള്ള സഹായം പൈസയായിട്ടും ഞങ്ങൾ സിസ്റ്ററിന് കൊടുത്ത് സഹായിക്കും. അതുകൂടാതെ തന്നെ എല്ലാ മാസവും സിസ്റ്ററിനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആ സിസ്റ്ററിനെ ഞങ്ങൾ പരിചയപ്പെടുന്നതിന് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ബാംഗ്ലൂർ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇപ്പോൾ എവിടെ എങ്ങനെ തുടങ്ങണം, കാരുണ്യ പ്രവൃത്തി എങ്ങനെ സഹായിക്കണം, അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം കുമ്പസാരിക്കാൻ പോയിട്ട് ആ പള്ളിയിൽ നിന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഒരു ആരെങ്കിലും ഒരു വഴി കാണിച്ച് തരണേന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങിയ സമയത്താണ് ഈ സിസ്റ്ററിനെ ഞങ്ങൾ വളരെ യാദൃശ്യമായിട്ട് കാണുന്നത്. ആ സിസ്റ്റർ ഞങ്ങൾ കാറ് കൈ കാണിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു, എന്നെ ഒന്ന് ടൗണിലേക്ക് ഇറക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ സിസ്റ്ററിനായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നു. അപ്പോൾ ആ സിസ്റ്റർ സംസാരിച്ച് വന്നപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. മാതാവിനോട് പറഞ്ഞതേ ഉള്ളൂ, അപ്പം തന്നെ മാതാവ് ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കാറുണ്ട്. ആര് സഹായം ചോദിച്ചാലും ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സഹായം ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അത് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കും. പെട്ടെന്നൊരു ചിന്ത നമുക്ക് വരും, ഉണ്ടോ കൊടുക്കാൻ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കും. ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചിന്തയൊന്നും ഇപ്പോൾ ഇല്ല, ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുത്ത് സഹായിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കന്നഡ, ഇംഗ്ലീഷ്, ഹിന്ദി പത്രങ്ങളാണ് വാങ്ങിക്കുന്നത്. ഞങ്ങളത് റോഡിലൂടെ നടന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി തൈലം കുരിശ് വരച്ച് ആണ് പത്രം കൊടുക്കുന്നത്. റോഡിലൂടെ നടന്ന് പത്രം കൊടുക്കും. അതുപോലെ കന്നഡ ചർച്ചിലും ആണ് ഇംഗ്ലീഷ് പത്രവും കന്നഡ പത്രവും കൊടുക്കുന്നത്. പിന്നെ ഹസ്ബൻഡ് ഓഫീസിലെ ഒരു കാര്യത്തിന് പൂനെയിൽ പോയപ്പം ഹിന്ദി പത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരോട് ഞങ്ങൾ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന പോലെ എല്ലാം ഞങ്ങൾ മറ്റുള്ളവർക്ക് ഈശോയെ പറ്റി പറഞ്ഞു കൊടുക്കുവാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഷെയർ ചെയ്യും. എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും, ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ, ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. രാവിലെ എണീക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം അതാണ്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത ശേഷം മാത്രമേ ഞാൻ ഡെയിലി ബ്രെഡ് കൂടത്തുള്ളൂ. 5:30 കൃത്യം കൂടും, പക്ഷെ അതിന് മുന്നേ തന്നെ എല്ലാവർക്കും ഞങ്ങൾ ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനം എടുത്ത അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ഉടമ്പടി ധ്യാനവും ഞങ്ങൾ മുടക്കിയിട്ടില്ല. എല്ലാ ചൊവ്വാഴ്ചയും എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ്, അതുകൊണ്ട് ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും തന്നെ ഉടമ്പടി ധ്യാനം കണ്ടു തീർക്കാൻ ശ്രമിക്കും. ഇടയ്ക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മാത്രം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് കണ്ടു തീർക്കും. എല്ലാ ഉടമ്പടി ധ്യാനവും ഞങ്ങൾ ഷെയർ ചെയ്യും. ഇതൊക്കെയാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിട്ടുള്ളത്. അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. നിത്യരക്ഷ ലക്ഷ്യമാക്കിയുള്ള ഈ ഒരു ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെല്ലാം ഞങ്ങൾ തിരുത്തി ജീവിതം മെച്ചപ്പെടുത്തി ഈശോയെ കൂടുതൽ സ്നേഹിച്ച് ഞങ്ങൾ ഈ ഉടമ്പടി ജീവിതം തുടരുകയാണ്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാം അധ്യായം 23-ാം തിരുവചനം. അവരുടെ അധ്വാനം വൃഥ ആവുകയില്ല, അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും, അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാകും. ജോബിൻസ്, ജീന എന്ന ഈ ദമ്പതികൾ ഇവിടെ വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് വലിയ ദൈവാനുഭവത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും വലിയ ഒരു ഇടപെടലാണെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വ്യക്തമായും ഇതൊരു സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ 2004 ഡിസംബർ 7-ാം തീയതി ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഒരു അമ്മയുടെ പ്രാർത്ഥനയുടെ ഒരു ശക്തമായ ഇടപെടലാണ് ഇവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വലിയ അത്ഭുതങ്ങളും മാറ്റങ്ങളും. ജീന പറഞ്ഞതുപോലെ
ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആ ഒരു വലിയ പ്രസൻസ്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ആ കുടുംബത്തിലുണ്ടായ അവരുടെ വീടിനകത്ത് മുഴുവൻ മഞ്ഞ് നിറഞ്ഞ ഒരു അനുഭവം, ഒരു തണുക്കുന്ന ഒരു അത്ഭുതം, തലോടലിൻ്റെ ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിലുണ്ടായി. ഓൺലൈനിലൂടെ ഉടമ്പടിയെടുത്ത് വളരെ നിബന്ധനകളെല്ലാം കൃത്യമായി പാലിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് നാം ഈ ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങളിലെല്ലാം കേൾക്കുന്നുണ്ട്. ഇവർക്ക് ദൈവം ഇന്നും കൂടെ വസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം നമുക്ക് ഉടമ്പടിയിൽ ആ ഒപ്പ് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈശോ നമ്മോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം, ഇസ്രായേൽക്കാരോടൊപ്പം ദൈവം സഞ്ചരിക്കുമ്പോൾ ആ വാഗ്ദാന പേടകത്തിൽ മേഘം വന്ന് ആവൃതമാകുന്നതും, വളരെ നാളുകൾ ആ മേഘം ആ കൂടാരത്തെ മൂടി, കുറേ നാളുകൾക്ക് ശേഷം മേഘം ഉയർന്നു പൊങ്ങിക്കഴിയുമ്പോൾ വീണ്ടും ദൈവത്തോടൊപ്പം അവർ യാത്ര ചെയ്യുന്നതായി, വാഗ്ദത്ത ഭൂമിയിലേക്ക് നടന്നു നീങ്ങുന്നതായി നമുക്ക് കാണാം. ഈ ഉടമ്പടി എന്ന് പറയുന്നതും ഒരു നിത്യതയിലേക്കുള്ള നമ്മുടെ ഈ പ്രയാണത്തിലുള്ള ഒരു ദൈവത്തോടൊപ്പമുള്ള സഞ്ചാരമാണ്. അത് പൂർത്തിയാക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമ്മെ സഹായിക്കുന്നത്. ഇവർ രണ്ടുപേരും തന്നെ വളരെ ഹൈ പ്രൊഫൈൽഡ് ഡെസിഗ്നേഷനുള്ള വ്യക്തികളാണ്. അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റുപറയുമ്പോൾ ഉണ്ടായ അവരുടെ വലിയ ഒരു ഏറ്റുപറച്ചിലാണ്, ശക്തനായവൻ ഞങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നുവെന്ന് പരിശുദ്ധ അമ്മയെപ്പോലെ അവർക്ക് ഏറ്റുപറയാനായിട്ട് സാധിക്കുന്നതായി നമുക്ക് കാണാം. അവരുടെ ഒരു ബ്ലഡിലുണ്ടായ ഇൻകോമ്പറ്റബിലിറ്റിയെക്കുറിച്ച് ജീന സംസാരിക്കുകയുണ്ടായി. അവർക്ക് മൂന്നാമത്തെ കുഞ്ഞിനെ ഉണ്ടാകുവാനുള്ള ഒരു അസാധ്യതയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു വലിയ സങ്കടത്തെ, ആശങ്കയെക്കുറിച്ച് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചപ്പോൾ എല്ലാ ദിവസവും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവർ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ വളരെ ഓമനത്വമുള്ള ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ അവർക്ക് നൽകി അനുഗ്രഹിച്ചതായി അവർ സാക്ഷ്യപ്പെടുത്തുന്നു. അവർക്ക് ഉടമ്പടിയെടുത്തപ്പോൾ ഭയമില്ലാതായി. കാരണം അവരുടെ എല്ലാ തീരുമാനങ്ങളും ചർച്ചകളും എല്ലാം വചനത്തിലൂടെയായിരുന്നു. വചനം പങ്കുവെച്ചുകൊണ്ട് വചനം തുറന്നു നോക്കി ഈശോ നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിലൂടെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു എന്ന് ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ ജോബിൻസിനും വളരെ സ്ട്രെസ്സുള്ള ഒരു ജോലിയുടെ അവസ്ഥയിൽ എനിക്ക് കുറച്ചുകൂടി ദൈവാനുഭവത്തിലേക്കും ഈശോയെ സ്നേഹിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് വളരെ നല്ല ഒരു ജോലിയിലൊരു മാറ്റം നൽകി ഈശോ അനുഗ്രഹിച്ചു. ഡെയിലി ബ്രെഡിലൂടെ അച്ഛൻ നൽകിയ ഒരു വലിയ ഇടപെടൽ നമുക്ക്, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ നമുക്ക് കേൾക്കുവാനിടയായി. കാരണം ഇവർക്ക് റോഡ് പണിയുടെ സമയത്ത് കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു. എത്ര തന്നെ നമ്മുടെ ജീവിതത്തിൽ മൂടൽമഞ്ഞും കാർമേഘവും വന്നാലും അതിനെ പ്രാവർത്തികമാക്കുന്നത് ഈശോ ആണ്. ഇവർക്ക് വേണ്ടി ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുന്നുവെന്ന് ഡെയിലി ബ്രെഡിലൂടെ അച്ഛന് മെസ്സേജ് നൽകുകയുണ്ടായി. നമുക്ക് ഈശോയിൽ പൂർണ്ണമായും വിശ്വസിക്കാം. കാരണം ഈശോ മാത്രമാണ് നമ്മുടെ രക്ഷകനും നാഥനും. ജീനയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുകുമാരനും ആദ്യമേ നന്ദി പറയുന്നു. സാക്ഷ്യം പറയാൻ വൈകിയതിനും ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് അനു അബ്രഹാം. ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2023 സെപ്റ്റംബർ 30-നാണ്. ഞാൻ 2019 തൊട്ട് എനിക്ക് കൃപാസനത്തെ പറ്റി അറിയാം. ഞാൻ വരാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ എനിക്ക് ഒരു 2-3 കൊല്ലം എടുത്തു ഞാൻ ഇങ്ങോട്ട് വരാൻ. കാരണം മാതാവ് വിളിക്കാതെ ഇങ്ങോട്ട് ആർക്കും വരാൻ പറ്റില്ല. അതുതന്നെയായിരുന്നു അതിൻ്റെ റീസൺ. അങ്ങനെ ഞാൻ ബേസിക്കലി നേഴ്സാണ്. ഞാൻ 2023 എനിക്ക് ഇനി നാട്ടിൽ നിൽക്കണ്ട, ഇനി പുറത്തോട്ട് എങ്ങോട്ടേലും നോക്കാം എന്നൊരു ഒരാഗ്രഹം വന്നു. അങ്ങനെ ഞാൻ പുറത്തോട്ട് നോക്കാനുള്ള, എനിക്ക് എന്തെടുക്കണമെന്ന് ആദ്യം അറിയില്ലായിരുന്നു. എൻ്റെ യോഗ്യതകൾ എനിക്ക് നന്നായി അറിയാം. അതിലുപരി എൻ്റെ ആ യോഗ്യതകൾ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. OIT വേണോ അതോ ഇനി സൗദി അങ്ങനെ എന്തെങ്കിലും നോക്കണോ? ഞാൻ മാതാവിനാണ് അതിൻ്റെ ഓപ്ഷൻ കൊടുത്തത്. എനിക്ക് ഒരു ഏജൻസി ത്രൂ സൗദിക്കൊരു വേക്കൻസി വന്നു. ആദ്യം ഇൻ്റർവ്യൂ ഓൺലൈനായിരുന്നു എനിക്ക് നടന്നിരുന്നത്. ഫസ്റ്റ് അന്നത്തെ ദിവസം രാവിലെ തൊട്ടേ ഞാൻ സിസ്റ്റത്തിൻ്റെ മുന്നിലായിരുന്നു. എനിക്ക് ഉച്ചയായിട്ടും എനിക്കെന്നെ വിളിച്ചില്ല. ആ സമയം ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി. അപ്പം ആ മയക്കത്തിൽ എന്നോട് മാതാവ് വന്ന് പറഞ്ഞു ഈ ഇൻ്റർവ്യൂ തീർന്നു എന്ന്. ഞാൻ പെട്ടെന്ന് ഞെട്ടി. എണീറ്റപ്പോൾ എൻ്റെ ഏജൻസി എന്നോട് പറഞ്ഞു നിൻ്റെ ഇൻ്റർവ്യൂ തീർന്നു. അപ്പോൾ എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് അതിനകത്ത് മനസ്സിലായി. അപ്പം അങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ശേഷമാണ് കൃപാസനത്തിലോട്ട് ആദ്യമായിട്ട് വരുന്നത്.
കൃപാസനത്തിൽ വരുന്നതിൻ്റെ തലേന്ന് ഒരു അത്ഭുതം നടന്നു എൻ്റെ ജീവിതത്തിൽ. ഞാൻ 2019 തൊട്ട് ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 3.5 കൊല്ലമായിട്ട് എൻ്റെ PF കിട്ടിയിരുന്നില്ല. എനിക്കത് വളരെ സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. PF അത്യാവശ്യം ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. കുറേ കാലം ഞാൻ എൻ്റെ പുറകെ നടന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേന്ന് 2023 സെപ്റ്റംബർ 29 ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് 4 മണിക്കാണ് അവിടുന്ന് ബസ് വരുന്നത്. കറക്റ്റ് 3:50 എൻ്റെ ഫോണിൽ ക്രെഡിറ്റ് ആയി എൻ്റെ PF. അതാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത് സൗദിക്ക് വരാൻ വേണ്ടിയിട്ട് എമൗണ്ട്. പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എനിക്ക് ലാഗായിരുന്നു ആ സമയത്ത്. 2023 സൗദിയിൽ വിസ അടിക്കുന്നില്ലായിരുന്നു. 8 മാസത്തോളം ഞാൻ അതിൻ്റെ പുറകെ നടന്നു. ഞാൻ ഒത്തിരി വിഷമിച്ചു. മാതാവിനോട് കരഞ്ഞപേക്ഷിച്ചു. ഓരോ ഡേറ്റും ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രോമെട്രിക് എക്സാം എനിക്ക് ബാംഗ്ലൂർ വെച്ചായിരുന്നു നടന്നത്. ആ സമയത്തും ഞാൻ എക്സാം ഹാളിൽ കയറിയപ്പോഴും കാശുരൂപം കൊണ്ടുപോയിരുന്നു, തൈലം ഉപയോഗിച്ചിരുന്നു, ഉപ്പ് കഴിച്ചിരുന്നു. ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ മാതാവിനോട് വിശ്വാസപ്രമാണം ചൊല്ലിയായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. എനിക്ക് അറിയുന്ന ആൻസേഴ്സ് കുറവായിരുന്നു. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ജയിക്കുമെന്ന്. കാരണം ഞാൻ എൻ്റെ മെറിറ്റിലല്ല വിശ്വസിച്ചത്. നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്. അങ്ങനെ റിസൾട്ട് വന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. എന്നിട്ടും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ലാഗൊക്കെ വന്നിരുന്നു. 2024 ജൂൺ 11 ഞാൻ സൗദിക്ക് പോയി. പിന്നെ എനിക്ക് ഡ്യൂട്ടി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിലും ഞാൻ അവിടെ കാശ് രൂപ ഇട്ടിട്ടാണ് ഞാൻ പോയിരുന്നത്. തൈലം പൂശുമായിരുന്നു. ഉപ്പ് ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ പ്രത്യേകിച്ച് സൗദികളാണ് വരുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിൻ്റേതായ പണിഷ്മെൻറ്റ് നമുക്ക് കിട്ടും. ഞാൻ ക്രാഷ് കാർട്ടിൽ തൂക്കുമായിരുന്നു, ഉപ്പിടുമായിരുന്നു, തൈലം പൂശുമായിരുന്നു. എനിക്ക് കിട്ടുന്ന എല്ലാ ബെഡിലും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു രോഗസൗഖ്യം എന്ന് പറയുന്നത് ഞാൻ ഒരു നൈറ്റ് ഡ്യൂട്ടി ടൈമാണ്. എനിക്ക് നല്ല UTI ആയിരുന്നു. എനിക്കങ്ങനെ വരുന്നതല്ല, പെട്ടെന്ന് എനിക്ക് വന്നു. ഞാൻ എൻ്റെ അസുഖത്തിന് ഞാൻ ഒരിക്കലും ദൈവത്തോട് മാതാവിനോടോ മാതാവേ എനിക്കിത് മാറ്റിത്തരണമെന്ന് പറയാറില്ല. എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ കുറേയൊക്കെ സഹിക്കും. ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് വരുന്ന പേഷ്യൻസിനെ ഞാൻ നോക്കണമായിരുന്നു. അപ്പോൾ എനിക്കിവരെ നോക്കാൻ പറ്റുന്നില്ല. 3 അനാൾജിസിസ് ഞാൻ എടുത്തിട്ട് എൻ്റെ പെയിൻ കുറയുന്നില്ല. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഇച്ചിരി റെസ്റ്റിംഗ് ടൈം കിട്ടി. അപ്പോൾ ഞാൻ ധ്യാനം കേൾക്കുമായിരുന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ ധ്യാനം തീരുന്നതിന് മുന്നേ 2 മണിക്കൂർത്തെ ഈ ധ്യാനം തീരുന്നതിന് മുന്നേ എൻ്റെ അസുഖം നീ എനിക്ക് മാറ്റിത്തരണം. ഞാൻ പൊട്ടിക്കരഞ്ഞ് ഞാൻ ഇതിന് മുന്നേ മാതാവിനോട് എൻ്റെ അസുഖം മാറ്റാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യമായി ഞാൻ മാതാവിനോട് പറഞ്ഞു, വിത്തിൻ 15 മിനിറ്റ് കൊണ്ട് എൻ്റെ അസുഖം മാതാവ് സമ്പൂർണ്ണമായി എനിക്ക് മാറ്റിത്തന്നു. ജൂൺ 11 പോയത്. ഞങ്ങൾ ജൂൺ 10 തീയതി ഞങ്ങൾ കൃപാസനത്തിൽ വന്നിരുന്നു മാതാവിനെ കണ്ട് നന്ദി പറയാൻ, ഉടമ്പടി പുതുക്കാൻ. പക്ഷേ വൈകിയാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയിരുന്നില്ല. ഞാനൊരു CSIക്കാരിയാണ്. ഞാനിപ്പോഴാണ് എൻ്റെ കല്യാണം ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത്. ഇപ്പോഴാണ് ഞാൻ കത്തോലിക്കയിലോട്ട് വന്നത്. അപ്പോൾ എനിക്ക് കൊന്ത ചൊല്ലാനൊന്നും അറിയില്ല, അതിലുപരി മടിയുമായിരുന്നു. അപ്പം സ്റ്റീഫൻ അച്ഛൻ എന്നോട് പറഞ്ഞു, സ്റ്റീഫൻ അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, മാതാവ് നിന്നോട് പറയുന്നുണ്ട് കൊന്ത ചൊല്ലണമെന്ന്. അതിനുശേഷം ഒരു ദിവസം പോലും മുടക്കാതെ ഞാൻ കൊന്ത ചൊല്ലുവാൻ മാതാവ് എന്നെ സഹായിച്ചു. സമ്പൂർണ്ണ ബൈബിൾ വായിക്കുവാൻ മാതാവ് എന്നെ സഹായിച്ചു. മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. ആദ്യമായി കിട്ടുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന ദിവസമായിരുന്നു. പിന്നീട് ഞാൻ സൗദിക്ക് പോകുന്നതിൻ്റെ തലേന്ന് ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ, അന്നാണ്. എനിക്ക് പിന്നെ കിട്ടിയത് ഇന്നാണ്. മാതാവിൻ്റെ പ്രസൻസ് എന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. മാതാവ് എൻ്റെ കൂടെ, ഞാൻ മാതാവിനെ ഉപേക്ഷിച്ചാലേ ഉള്ളൂ, മാതാവ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. മാതാവിൻ്റെ പ്രസൻസും ഈശോപ്പയുടെ പ്രസൻസും എന്നും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതെൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങളുടെ കല്യാണം ഈ ജനുവരി 19 കഴിഞ്ഞു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. വരുന്ന എൻ്റെ മുന്നിൽ നിന്ന് ചോദിക്കുന്നവർക്ക് ഞാൻ എങ്ങനെയും എൻ്റെ കയ്യിലുള്ള പൈസ എങ്ങനെയെങ്കിലും ഞാൻ ഒപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ കടവായിട്ടായിരിക്കാം, ചിലപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ അവസ്ഥ ഞാൻ നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാ ആഴ്ചയും കേൾക്കാൻ, ആ ആഴ്ചവട്ടത്തിൽ തന്നെ തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ഡെയിലി ബ്രെഡ്, ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ ഡെയിലി കൂടുമായിരുന്നു. ഇത്രയൊക്കെയാണ് ദൈവം തന്നത്, അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ കുടുംബത്തിൻ്റെ ഒരുപാട് നന്ദി. സങ്കീർത്തനങ്ങൾ 145, 18, 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്.
തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. അനു എബ്രഹാം എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു. ആദ്യത്തേത് മകൾക്ക് കൃപാസനത്തിലേക്ക് വരുവാനുള്ള തീഷ്ണമായ ആഗ്രഹവും അതിനുവേണ്ടി കാത്തിരുന്ന നാളുകളും ഇവിടെ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടിയെക്കുറിച്ച്, ഉടമ്പടി ധ്യാനത്തെക്കുറിച്ച്, സാക്ഷ്യത്തെക്കുറിച്ച് മകൾക്കുണ്ടായിരുന്ന അറിവുകളുമാണ്. അമ്മയെ കാണുവാൻ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടിയാണ് മകൾ അണയുന്നത്. അതുകൊണ്ട് തന്നെ മകൾ പറയുന്നുണ്ട്, ഞാനിവിടെ അമ്മയെ കാണുവാനായി വരുന്ന ആ മണിക്കൂറുകളിൽ തന്നെ അമ്മ എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, കൂടെയുണ്ട് എന്ന തെളിവുകൾ നൽകിയാണ് അമ്മ എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഏറെ 3.5 വർഷമായി നിരന്തരം മകളൊരു PF വേണ്ടി ജോലി ചെയ്തെടുത്തുനിന്ന് കിട്ടുവാൻ ഏറെ പരിശ്രമിച്ച് പരാജയപ്പെട്ട് അത് ഒരു വഴിയും തെളിയാതെ നിൽക്കുമ്പോൾ മകളിങ്ങോട്ട് 4 മണിക്ക് ബസ് കയറുവാൻ നിൽക്കുമ്പോൾ 3:50 മകളുടെ അക്കൗണ്ടിൽ ആ തുക മുഴുവനും ഒരുമിച്ച് ക്രെഡിറ്റായതാണ് അമ്മ മാതാവ് കൊടുത്ത ആദ്യത്തെ അടയാളം. അതോടൊപ്പം തന്നെ മകൾ വിദേശത്തേക്ക് പഠിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പഠനത്തിൻ്റെയും വിദേശത്തേക്കുള്ള യാത്രയ്ക്കും വേണ്ടി ആ പണം മകൾക്ക് സമയത്ത് ഉപകരിച്ച് നൽകി എന്നുള്ളതാണ് അമ്മയുടെ രണ്ടാമത്തെ സംരക്ഷണം. അത് മോളുടെ അമ്മ മോളോട് പറഞ്ഞിരുന്നു, അത് നിനക്ക് പെൻഡിങ് ആകുന്നുവെങ്കിൽ അത് അമ്മ മാതാവ് ഏതോ ഒരു കാര്യത്തിന് വേണ്ടി നിനക്കത് ഒരുക്കി തരുവാനായി ക്രമീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ അമ്മ മാതാവ് ആ പണം കൃത്യമായി ക്രമീകരിച്ച് യാതൊരു അല്ലലും ക്ലേശവുമില്ലാതെ അതിനുവേണ്ടി മകൾ ഒരുക്കിക്കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. വിദേശത്തേക്കുള്ള യാത്രയും അവിടെ സുരക്ഷിതമായ ജോലിയും അവിടെയുള്ള പേഷ്യൻസിനോട് എന്നും എളിമയിൽ സ്നേഹത്തിൽ ശുശ്രൂഷാ മനസ്സോടുകൂടി അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കുവാൻ മകൾക്ക് കൊടുത്ത ഒരു ഹൃദയവും അത് ഉടമ്പടിയിലൂടെ മകൾക്ക് തീഷ്ണമായി നൽകിയെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ രോഗിയോടും അത് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിലും ഈശോയുടെ കരങ്ങളിലേക്കും ഏൽപ്പിച്ചു കൊടുത്ത് ശുശ്രൂഷിച്ചു എന്നതിൻ്റെ അടയാളമാണ് ഓരോ ഇടത്തും ചെല്ലുമ്പോൾ മകൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ രോഗികളെയും ഒരു അപകടം കൂടാതെ ഈ രോഗി എൻ്റെ കരങ്ങളിലൂടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാൻ വേണ്ടി അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ മകൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഈശോയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ കഴിവിനാലല്ല ദൈവകൃപയാൽ മാത്രം എനിക്ക് വിജയിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടി ഞാനവയെ സമീപിക്കുകയും എൻ്റെ അറിവിനപ്പുറം എൻ്റെ പ്രാപ്തിക്കപ്പുറം നല്ല വിജയം ആദ്യ അവസരത്തിൽ തന്നെ നൽകിക്കൊണ്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചുവെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ശാരീരികമായൊരു രോഗാവസ്ഥ അത് രാത്രികാലത്ത് ഡ്യൂട്ടിക്കിടയിൽ സംഭവിക്കുമ്പോഴും മറ്റു മരുന്നോ കാര്യമോ ഒന്നും ഉപകരിക്കാതെ നിൽക്കുന്ന സമയത്തിലും അമ്മയുടെ സംരക്ഷണം തേടി മകൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനും മകൾക്ക് ലഭിക്കുന്ന സംരക്ഷണത്തെയും സൗഖ്യത്തെയും വാക്കുകളിലൂടെ അടയാളപ്പെടുത്തുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, അമ്മയുടെ ഉടമ്പടി നമ്മുടെ ജീവിതത്തെ എപ്പോഴും നേർവഴിയിൽ നയിക്കുന്നതാണ്, മേൽഗതിയിലേക്ക് നയിക്കുന്നതാണ്, തടസ്സങ്ങൾ നീക്കിത്തരുന്നതാണ്. ആപത്ത് സമയത്ത്, ഒരു അത്യാവശ്യ സമയത്ത് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റെങ്ങും ഇല്ലാത്ത വിധം, മറ്റൊരാളും നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് സഹായിക്കുവാൻ പറ്റാത്ത വിധം അമ്മ തിരുക്കുമാരനോട് പറഞ്ഞ് ജീവിതത്തിൻ്റെ ആപത്സന്ധികളിൽ കൂടെ നിന്ന് സഹായിച്ച് നമുക്കതിൻ്റെ റിലീഫ്, അതിൻ്റെ സൗഖ്യവും സമാശ്വാസവും നൽകുന്നതുമാണ്. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ അൾത്താരയിൽ ഈ മകൾ അടയാളപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ആത്മധൈര്യമുള്ള വിശ്വാസികളാക്കുന്നു. ഉടമ്പടി ദൈവിക സംരക്ഷണത്തിൽ ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു. ഉടമ്പടി പാപ സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനും കൃപയിൽ വളരുവാനും നമ്മളെ നിരന്തരം പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഉടമ്പടി നമ്മോടൊപ്പം ഒരമ്മ കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ ഏതൊരു ഘട്ടത്തിലും ഏതൊരു വിഷയത്തിലും നാം മുന്നേറുമ്പോൾ കൂടെ കരുതലായി ശക്തിയായി ഒരമ്മ കൂടെയുണ്ട്. ആ അമ്മ വിളിച്ചാൽ ഈശോ ജീവിതത്തിൽ ഇടപെടുകയും യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും എന്നൊരു വലിയ ധൈര്യം നമുക്ക് ഓരോരുത്തർക്കും കൈമാറുന്നുണ്ട്. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. നമുക്കൊപ്പം, ഒരുപക്ഷെ നമുക്ക് മുൻപേ അമ്മ മാതാവ് നമുക്ക് വേണ്ടതൊക്കെ ക്രമീകരിച്ച് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നു, സൗഖ്യമുള്ളതാക്കുന്നു, സന്തോഷമുള്ളതാക്കുന്നു. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും അനുഭവങ്ങൾക്കും അമ്മ മാതാവ്